നിറഞ്ഞ ആഹ്ലാദ നിർഭരമായ സായം സന്ധ്യയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹസ്വാഗതം. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ, അവിടെ നിനക്ക് വഴിതെളിച്ചു തരും. ഈ രാത്രി ദൈവോന്മുഖമാക്കുന്നതിനും ദൈവിക സാന്നിധ്യം പ്രദാനം ചെയ്യുന്നതിനും നൃത്തശില്പവുമായി എത്തുന്നു വാദമിൽ നിന്നും വാദങ്ങൾ.
സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ വലിയ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ജോൺ പാളിത്തോട്ടം, ഈ യോഗത്തിന്റെ ഉദ്ഘാടകനായ നമ്മുടെ കൊറോണ വികാരിയച്ഛൻ വലിയ ബഹുമാനപ്പെട്ട ജോൺസൺ പുള്ളിക്കച്ഛൻ, ഈ യോഗത്തിന് ആശംസകൾ അറിയിക്കുന്ന KCC രൂപത സെക്രട്ടറി ബഹുമാനപ്പെട്ട എഡ്വിക് സാറെ, ബഹുമാനപ്പെട്ട കുടുംബ കൂട്ടായ്മ പ്രസിഡന്റ് യൂണിറ്റ് പ്രസിഡന്റായ ബഹുമാനപ്പെട്ട ജിമ്മി മാക്കുഴി സാറെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ കുടുംബ കൂട്ടായ്മ ഭാരവാഹികളെ, സ്നേഹം നിറഞ്ഞ സംഘടനാ ഭാരവാഹികളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇടവകാംഗങ്ങളെ, ഇന്ന് നമ്മൾ കുടുംബ കൂട്ടായ്മയുടെയും വിവിധ ഭക്തസംഘടനകളുടെയും വാർഷികം സംയുക്തമായിട്ട് ആഘോഷിക്കുകയാണ്. നമ്മുടെ ഉണ്ണീശോ തിരുനാള് ഇന്ന് കൊടിയേറി ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ കൊടിയേറ്റി, അതിനുശേഷം വലിയ ബഹുമാനപ്പെട്ട ജോൺസൺ പുള്ളിയച്ഛൻ ഭക്തി നിർഭരമായ വിശുദ്ധ കുർബാനയും വചന സന്ദേശവും നമുക്ക് നൽകി. അതിനെ തുടർന്ന് നമ്മൾ നടത്തുന്ന ഈ വാർഷികം ഏറെ അനുഗ്രഹീതമാണ്. കാരണം അതിന്റെ അടിത്തറ ഏറെ ഭദ്രമാണ്. ഇന്ന് നമുക്ക് ഈ യോഗത്തിന് അധ്യക്ഷനായിട്ട് ലഭിച്ചിരിക്കുന്നത് വലിയ ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാം പ്രിയങ്കരനായ വികാരിയച്ഛനാണ്. അച്ഛൻ ഒരു മുഖവുരയും കൂടാതെ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ, എല്ലാ കാര്യങ്ങൾക്കും ഇടവകയെ നയിക്കുന്ന ഏറ്റവും വിസ്തൃത കാര്യങ്ങൾ അച്ഛൻ നോക്കി അതിനെ വിലയിരുത്തുന്ന, എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ അതെല്ലാം വളരെ ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞു തന്ന് അതങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മുടെ ഇടവകയ്ക്ക് അത്രയേറെ ഉണർവ് നൽകിയിട്ടുള്ള വലിയ ബഹുമാനപ്പെട്ട വികാരിയച്ഛനാണ്. അച്ഛൻ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടവകയെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നു എന്നതിന്റെ വലിയ തെളിവാണ് ഓരോ പരിപാടിയും ഇത്ര ഭംഗിയായിട്ട് ചെയ്യുന്നു എന്നുള്ളത്. നമ്മളൊക്കെ രൂപതയിലെ ചർച്ചാ വിഷയമാണ് എന്നുള്ളത് കുടുംബ കൂട്ടായ്മ മീറ്റിങ്ങുകളിലൊക്കെ പോകുമ്പോൾ അവിടെ പറയാറുള്ള കാര്യമാണ്. കാരണം നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കുടുംബ കൂട്ടായ്മ രൂപതാ തലത്തിൽ ചെയ്തു വരുന്നതേ ഉള്ളൂ എന്ന് കുടുംബ കൂട്ടായ്മയുടെ യൂണിറ്റ് പ്രസിഡന്റായ ജിമ്മി സാർ ഒരിക്കൽ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോഴത്തെ വളരെയേറെ ദീർഘവീക്ഷണത്തോടു കൂടി അച്ഛൻ ഇതെല്ലാം ഏറ്റെടുത്ത് നമ്മുടെ കുടുംബ കൂട്ടായ്മ കഴിഞ്ഞ വർഷം രൂപതയിലെ കുടുംബ കൂട്ടായ്മയിലെ 1ാം സ്ഥാനം നമ്മുടെ രൂപതയിൽ നമ്മുടെ ഇടവകയ്ക്ക് ലഭിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. അതിനെല്ലാം അതിന്റെ പിറകിൽ നിന്ന്, അതിന്റെ മുമ്പിൽ നിന്ന്, അതിന്റെ എല്ലായിടത്തും നയിക്കുന്നത് ബഹുമാനപ്പെട്ട വികാരിയച്ഛനാണ്. നമ്മുടെ ഈ യോഗത്തിലേക്ക് വലിയ ബഹുമാനപ്പെട്ട
വികാരി അച്ഛനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ കൃത്യമായ സ്വാഗതം നൽകുന്നു. ഈ മീറ്റിംഗിന് ഉദ്ഘാടകനായിട്ട് നമുക്ക് ലഭിച്ചത് വലിയ ബഹുമാനപ്പെട്ട ജോൺസൺ പള്ളിയിലച്ഛനാണ്. അച്ഛന്റെ ഭക്തി നിർഭരമായ കുർബാനയിൽ നമ്മളെല്ലാം ഈ അൾത്താറിന് ചുറ്റും കൂട്ടിച്ചേർക്കപ്പെട്ടു. അതിനുശേഷം വീണ്ടും നമ്മളൊരു മീറ്റിംഗിനായിട്ട് കടന്നു വരികയാണ്. ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ രൂപതയിൽ അധികം പേരില്ല ജോൺസൺ എന്ന പേര് ഉള്ളവര്. ഞങ്ങള് കൂടുമ്പോൾ ഇങ്ങനെ പറയുന്നവരാണ്, കൂടിപ്പോയാൽ 3 പേരേ ഉള്ളൂ ജോൺസൺ നാമധാരികൾ. അത് മാത്രമല്ല, എനിക്ക് അച്ഛനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എൻ്റെ പരിശീലന കാലഘട്ടത്തിൽ ഒരു വർഷം റീജൻസി എന്ന് പറയുന്ന ഒരു കാലഘട്ടമുണ്ട്. ഉടുപ്പിടുന്നതിന് മുമ്പ്, കാസറ്റ് ഇടുന്നതിന് തൊട്ട് മുമ്പായി ഒരു വർഷം രൂപതയിൽ ശുശ്രൂഷ ചെയ്യും. അപ്പോൾ എനിക്ക് അന്ന് ലഭിച്ചത് വലിയ ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛന്റെ കൂടത്തെ ഫാമിലി അപ്പോസ്റ്റലേറ്റിന്റെ അവിടെ ബ്രദറായിട്ടാണ്. അന്ന് മുതലുള്ള പരിചയമാണ്. പിന്നീട് എനിക്ക് ആദ്യത്തെ വികാരി അച്ഛനായിട്ട്, അച്ഛൻ പട്ടം കിട്ടിയതിനു ശേഷം ആദ്യത്തെ വികാരി അച്ഛനായിട്ട് ലഭിച്ചത് ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛനെയാണ്, ലാലം പഴയപള്ളി. അതിനുശേഷം വീണ്ടും ഇവിടെ വന്നപ്പോൾ ഇവിടെ വീണ്ടും കൊറോണ വികാരിയായിട്ട് അച്ഛൻ നിൽക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട്. അച്ഛന്റെ ജീവിതവും ചര്യകളും വചനത്തോടുള്ള ആഭിമുഖ്യവും കുർബാന അർപ്പണ രീതിയും എല്ലാം വളരെ പ്ലാനിങ്ങോടുകൂടി, വളരെ കൃത്യതയോടുകൂടി, വളരെ നിഷ്ഠയോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അത് മാത്രമല്ല, അച്ഛനെ കുറിച്ച് ഇന്ന് പറയുമ്പോൾ അച്ഛന്റെ ഫീസ്റ്റ് കൂടിയാണ്. യോഹന്നാൻ ശ്രീകാടൻ നാമധാരിയാണ് ജോൺസൺ അച്ഛൻ. അപ്പോൾ ഒരു യോഹന്നാൻ എങ്ങനെയാണ് ഈശോയെ സ്വന്തമാക്കിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈശോയുടെ വക്ഷസ്സിലോട്ട് ചാരിക്കിടന്ന് ആ സ്നേഹം മുഴുവൻ ആവോളം നുകർന്ന് അതിന്റെ പ്രതിഫലനമായിട്ട് ഒരു സുവിശേഷം എഴുതിയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ യോഹന്നാന്റെ സുവിശേഷം ഈശോയുടെ ചങ്കോട് ചേർന്ന് കിടന്നുകൊണ്ട് വളരെ ആഴമുള്ളതായി തീർന്നിരിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷമാണ് ഏറ്റവും കൂടുതൽ വ്യാഖ്യാനമുള്ള സുവിശേഷം. അത് മാത്രമല്ല, വളരെയേറെ ആഴമേറിയ ചിന്തകൾ അതിൽ നിന്ന് ലഭിക്കും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈശോയോട് ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് ആ രഹസ്യങ്ങളെല്ലാം സ്വന്തമാക്കിയതുകൊണ്ടാണ്. ഇന്നിപ്പോൾ അച്ഛൻ നമ്മുടെ കൊറോണ വികാരിയായിട്ട് സേവനം ചെയ്യുകയാണ്. കുടങ്ങനാട് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, പുതിയ പള്ളിമുറിയൊക്കെ ഇവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. AC മുറികളൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൊറോണ അത്രയും വളരുന്നു എന്ന് അറിയുന്നതിൽ നമുക്ക് സന്തോഷമാണ്. അതുകൊണ്ട് അച്ഛനെ ഞങ്ങളുടെ ഈ ഇടവകയിലേക്ക്, ഈ മീറ്റിംഗിലേക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഏറെ കൃതജ്ഞതയോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഫീസ്റ്റിന്റെ മംഗളങ്ങൾ നമുക്ക് അച്ഛനെ നേരിടുകയും കൂടി ചെയ്യാൻ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഒക്കെ കൊടുത്ത് അച്ഛനെ സ്വീകരിക്കുന്നതാണ്. നമുക്കൊന്ന് കൈയടിച്ച് ഹാപ്പി ഫീസ്റ്റ് എന്ന പാട്ട് ഹാപ്പി ഫീസ്റ്റ് ടു യു, ഹാപ്പി ഫീസ്റ്റ് ടു യു, ഹാപ്പി ഫീസ്റ്റ് ടു യു ഡിയർ ഫാദർ, ഹാപ്പി ഫീസ്റ്റ് ടു യു. ഇന്നത്തെ യോഗത്തിന് നമുക്ക് ആശംസകൾ അർപ്പിക്കുവാനായിട്ട് നമുക്കുള്ളത് ബഹുമാനപ്പെട്ട എഡ്വിൻ സാറാണ്. രൂപത KCYM 2 തവണ പ്രസിഡന്റായ ആളാണ്. ഈ KCC രൂപതയുടെ സെക്രട്ടറിയാണ്. പള്ളിയിൽ എന്ത് കാര്യങ്ങൾക്ക് വിളിച്ചാലും ഒരു മടിയും കൂടാതെ ഓടി വന്ന്, ഞാൻ ആലോചിക്കുകയായിരുന്നു ഈ എഡ്വിൻ സാറിനും ജിമ്മി ചേട്ടനും എന്തുമാത്രം പെട്രോൾ പോകുന്നുണ്ട്. കാരണം എപ്പോൾ വിളിച്ചാലും ഓടി വരും. കാറൊക്കെ ഇങ്ങനെ ആ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാം അവിടുന്ന് വരുന്നുണ്ടെന്ന്. അപ്പം അത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ പള്ളിയിലെ ഓരോ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ബഹുമാനപ്പെട്ട എഡ്വിൻ സാറിന്റെ, ഞങ്ങളുടെ വിശ്വാസ പരിശീലനത്തിന്റെ ഹെഡ്മാസ്റ്റർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഒത്തിരി സ്നേഹത്തോടുകൂടി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കുടുംബ കൂട്ടായ്മ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജിമ്മി ചേട്ടൻ നമ്മുടെ ഇടയിലുണ്ട്. ജിമ്മി ചേട്ടൻ കുടുംബ കൂട്ടായ്മയുടെ പ്രസിഡന്റ്, യൂണിറ്റ് പ്രസിഡന്റ് എന്ന നിലയിൽ ചെയ്യുന്ന സുദീർഘമായ സേവനം നമ്മുടെ കൈക്കാരനാണ്. ഒപ്പം നമുക്കറിയാം, ഏത് കാര്യത്തിന് വിളിച്ചാലും അവിടെ ഉണ്ട്. അത് തന്നെ വലിയൊരു അവൈലബിലിറ്റി എന്ന് പറയുന്ന ഒരു പുണ്യം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും ഞങ്ങൾക്കൊന്നും സാധിക്കാത്ത ഒരു കാര്യമാണ്. ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, ഇദ്ദേഹം ഒരു അച്ഛനായിരുന്നെങ്കിൽ ഭാര്യയോട് ക്ഷമിക്കണം കേട്ടോ, എല്ലാ ശുഷ്കാന്തിയോടുകൂടി ജോലി ചെയ്യുമായിരുന്നു എന്ന് ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അത് നന്മ കേട്ടതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ? അപ്പൊ ഒത്തിരി സ്നേഹത്തോടുകൂടി ജിമ്മി ചേട്ടനെ ഈ യോഗത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും
ബഹുമാനപ്പെട്ട കൈക്കാരൻ ചേട്ടന്മാര് നമ്മുടെ ഇടയിലുണ്ട്, സംഘടനാ ഭാരവാഹികളുണ്ട്, കുടുംബ കൂട്ടായ്മ ഭാരവാഹികളുണ്ട്. നമ്മുടെ ഇവിടെ പരിപാടികൾ അവതരിപ്പിക്കുന്ന ഒത്തിരിയേറെ കലാകാരന്മാരും കലാകാരികളുമുണ്ട്. അത് മാത്രമല്ല, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, രണ്ട് മഠത്തിലെയും മദർമാര്, അവരുടെ സിസ്റ്റേഴ്സ് എല്ലാവരും നമ്മുടെ കൂടെ ഒരൊറ്റ സമൂഹമായിട്ട്, ഒരു ഇടയനും ഒരാട്ടിപ്പറ്റവും എന്ന പോലെ ഒറ്റ സമൂഹമായിട്ട് നമ്മളെല്ലാവരും ഒന്ന് ചേർന്നിരിക്കുകയാണ്. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. അടുത്തതായി വിവിധ സംഘടനകളുടെ റിപ്പോർട്ട് അവതരണമാണ്. അതിന്റെ ക്രമം ആദ്യം ഒന്ന് പറയട്ടെ. ആദ്യമായി റിപ്പോർട്ട് അവതരിപ്പിക്കേണ്ടത് കുടുംബ കൂട്ടായ്മകളുടേതാണ്. അതിനുശേഷം മാതൃവേദി, തുടർന്ന് AKCCയുടെ പ്രവർത്തന റിപ്പോർട്ട്, അതിനുശേഷം SMIM, അവസാനമായി വിൻസെന്റ് ഡിപ്പോൾ. ഈ ക്രമത്തിലായിരിക്കും റിപ്പോർട്ട് അവതരിപ്പിക്കേണ്ടത്. ആദ്യമായി കുടുംബ കൂട്ടായ്മകളുടെ റിപ്പോർട്ട് അവതരിപ്പിക്കട്ടെ. ഇടവക കുടുംബ കൂട്ടായ്മ 2023-24 വർഷത്തെ വാർഷിക റിപ്പോർട്ട്. പരസ്പര സ്നേഹവും സഹകരണവും സാമീപ്യവും വളർത്തുന്നതിൽ നല്ല പങ്ക് വഹിക്കുന്ന കുടുംബ കൂട്ടായ്മകൾ ഇടവകയിൽ കൃത്യതയോടെയും കാര്യക്ഷമതയോടെയും നടന്നുവരുന്നു. 2023 ഡിസംബർ 29 കുടുംബ കൂട്ടായ്മയുടെ വിവിധ സംഘടനകളുടെയും സംയുക്ത വാർഷികാഘോഷം നടന്നു. ബഹുമാനപ്പെട്ട പ്രവണ വികാരി റവ ഫാദർ ജോൺസൺ പുള്ളിത്തച്ചൻ മുഖ്യാതിഥിയായിരുന്നു. സമ്മേളനത്തിന് ശേഷം വിവിധ വാർഡുകളിൽ നിന്നും ഉള്ള കലാപരിപാടികൾ നടത്തപ്പെടും. കൂട്ടായ്മ ഭാരവാഹികളുടെ മീറ്റിംഗ്. ആകെ 19 വാർഡുകൾ. 19 വാർഡുകളിൽ നിന്ന് 9 പേർ വീതമടങ്ങുന്ന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പങ്കെടുക്കുന്ന ഭാരവാഹികളുടെ മീറ്റിംഗ് എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച ചേരുന്നു. നടപ്പിലാക്കേണ്ട കർമ്മപദ്ധതികൾ ചർച്ച ചെയ്യുന്നു. നടപ്പിലാക്കിയവയെ അവലോകനം നടത്തുന്നു. 19 വാർഡിലെ പ്രതിമാസ യോഗവും എക്സിക്യൂട്ടീവ് യോഗവും നടത്തുന്നു. പ്രതിമാസ യോഗങ്ങൾ. ബൈബിൾ വന്ദനത്തോടെ പ്രാർത്ഥന ആരംഭിക്കുന്നു. കുടുംബനാഥൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വചനഭാഗം വായിക്കുന്നു. തുടർന്ന് തലേ മാസം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള 5 മിനിറ്റ് വചന വിചിന്തനം നടത്തുന്നു. 3 പേർ 2 മിനിറ്റ് വീതം ഉൾക്കാഴ്ചകൾ പങ്കുവയ്ക്കുന്നു. അതിനുശേഷം അച്ഛൻ അവയെ വിലയിരുത്തി ആവശ്യമായ വിശദീകരണങ്ങൾ നൽകുന്നു. വിശുദ്ധരെ പരിചയപ്പെടുത്തുന്നു. സമ്മാനങ്ങൾ നൽകി പദ്ധതികൾ ചർച്ച ചെയ്ത് സ്നേഹവിരുന്നോടെ സമാപിക്കുന്നു. മൃതസംസ്കാര പരസ്പര സഹായ നിധി. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി മൃതസംസ്കാര പരസ്പര സഹായ നിധി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. വരിസംഖ്യയിൽ 100 രൂപ വാങ്ങിച്ച് 20,000 രൂപ മരണം നടത്തുന്ന വീട്ടിലേക്ക് ഉടനടി സഹായമായി എത്തിക്കുന്നു. വചന പഠനം. ലോഗോസ് ക്വിസിൽ പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കുകയും പാഠഭാഗങ്ങൾ കൂട്ടായ്മ തലത്തിൽ ക്വിസ് നടത്തുകയും ചെയ്യുന്നു. ലോഗോസിന് 60% കൂടുതൽ മാർക്കുള്ള എല്ലാവരെയും സമ്മാനങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്യുന്നു. വെള്ളിയാഴ്ച ആരാധന. ഇടവകയുടെ ആത്മീയ വിശുദ്ധീകരണത്തിനായി വെള്ളിയാഴ്ചകളിൽ ഈ 2 കൂട്ടായ്മകളെ വീതം സമർപ്പിച്ച് 10 മണി മുതൽ ജപമാല, ആരാധന, വിശുദ്ധമാല എന്നിവ നടത്തിവരുന്നു. ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നതും വിശുദ്ധ കുർബാനയെ ലേഖനം വായിക്കുന്നതും അതത് കൂട്ടായ്മകളിലെ അംഗങ്ങളാണ്. ഭരണജ്ഞാനം. വിശുദ്ധ അൽഫോൻസ് ദേവാലയത്തിൽ വിശുദ്ധ കുർബാന. ശതാബ്ദി വർഷം ഇടവ മധ്യസ്ഥന്റെ തിരുനാൾ ദിനമായ ജനുവരി 20 അൽഫോൻസാമയുടെ കവരുടെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് ജപമാല റാലിക്ക് നേതൃത്വം നൽകാൻ നമുക്ക് അവസരം ലഭിച്ചു. 200 പരം ആളുകൾ പങ്കെടുക്കുകയും ചെയ്തു. ലഹരി വിരുദ്ധ ബോധവൽക്കരണം. എല്ലാ വാർഡുകളിലും 3 അംഗ ജാഗ്രതാ സമിതിയുടെ മേൽനോട്ടത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തിവരുന്നു. ബഹുമാനപ്പെട്ട ജേക്കബ് വെള്ളമരുതകളച്ചൻ കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തുകയുണ്ടായി. സ്നേഹസംഗമം. ശതാബ്ദി സമാപനത്തോടനുബന്ധിച്ച് നടത്തിയ സ്നേഹസംഗമത്തിൽ ഇടവകക്കാരായ വൈദികർ, സന്യസ്തർ, ഇടവകയ്ക്ക് വേണ്ടി അധ്വാനിച്ച കൈക്കാരന്മാർ, വിശ്വാസ പരിശീലകർ, സേവനം ചെയ്ത് കടന്നുപോയ വൈദികർ, സന്യസ്തർ എന്നിവരെ ആദരിച്ച് സമ്മാനങ്ങളും സ്നേഹവിരുന്നും നൽകി. സമുദായ ശക്തി പ്രകടന ജാഥ. ഫെബ്രുവരി 12 അരുവിത്തുറയിൽ നടന്ന ജാഥയിൽ കൂട്ടായ്മ തലത്തിൽ ലിസ്റ്റ് എടുത്ത് 3 ബസ്സുകളിലായി 180 ആളുകളെ പങ്കെടുപ്പിച്ചു. മാതൃ പിതൃവേദി സംഗമം. ജൂണിൽ അരുണാപുരം സെന്റ് തോമസ് ദേവാലയത്തിൽ വെച്ച് നടന്ന സംഗമത്തിൽ നമ്മുടെ കൂട്ടായ്മയിൽ നിന്നും 80ഓളം പേരെ പങ്കെടുപ്പിക്കുകയുണ്ടായി. സാധുജന ഭവന നിർമ്മാണ പദ്ധതി. കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന സാധുജന ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിച്ച് അർഹരായവർക്ക് നിർമ്മാണവും മെയിന്റനൻസും നടത്തി കൊടുക്കുന്നു. 2023-24 പ്രവർത്തന വർഷത്തിൽ 14 ലക്ഷം രൂപയുടെ പണികൾ നടത്തുകയുണ്ടായി. കൂട്ടായ്മ ദളങ്ങൾ. ഓരോ കൂട്ടായ്മയും 3 ദളങ്ങളായി തിരിച്ച് ആനിമേറ്റേഴ്സിനെ തിരഞ്ഞെടുത്ത് പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നു.
പാലാതൂത്, രൂപതല അറിയിപ്പുകൾ, ഇടവകാതല അറിയിപ്പുകൾ എന്നിവ ആനിമേറ്റേഴ്സ് വഴി സമയാസമയങ്ങളിൽ ഭവനങ്ങളിൽ എത്തിക്കുന്നു. മിഷനിലെ ഭവന സന്ദർശനവും ക്രിസ്മസ് കരോളും. മിഷൻ ഞായറിനോടനുബന്ധിച്ച് കുട്ടികളുടെ ഭവന സന്ദർശനത്തിന് കൂട്ടായ്മ ഭാരവാഹികൾ നേതൃത്വം നൽകുന്നു. അതുപോലെ തന്നെ അതത് കൂട്ടായ്മ തലത്തിൽ ക്രിസ്മസ് കരോളുകളും നടത്തി വരുന്നു. മേരി നാമധാരികളുടെ സംഗമം. പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാൾ ദിനത്തിൽ ഓരോ കൂട്ടായ്മയിലുമുള്ള മേരി നാമധാരികളെ ഒരുമിച്ച് ചേർത്ത് നടത്തിയ മേരി സംഗമത്തിൽ സ്നേഹവിരുന്നിനോടൊപ്പം എല്ലാ മേരിമാർക്കും സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. ജപമാല മാസാചരണം. ഒക്ടോബർ മാസം 1-ാം തീയതി പള്ളിയിൽ നിന്നും പരിശുദ്ധ അമ്മയുടെ 19 തിരുസ്വരൂപങ്ങൾ വഞ്ചരിച്ച് 19 കൂട്ടായ്മകളിലേക്ക് കൊണ്ടുപോവുകയും ദളങ്ങളായി തിരിഞ്ഞ് വൈകുന്നേരങ്ങളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു. 31-ാം തീയതി എല്ലാ വാർഡുകാരും വളരെ ആഘോഷമായി ജപമാല റാലിയായി തിരുസ്വരൂപം വാർഡുകളിൽ നിന്നും പള്ളിയിൽ എത്തുകയും വിശുദ്ധ കുർബാന അർപ്പിച്ച് വിമല ഹൃദയത്തിന് ഇടവകയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. റാലിയിൽ 1, 2, 3 സ്ഥാനക്കാർക്ക് സമ്മാനങ്ങളും 5 പേർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും പ്രഖ്യാപിക്കുകയും ചെയ്തു. പള്ളിയും പരിസരവും ശുചീകരണം. എല്ലാ മാസവും ഈ 2 കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ പള്ളിയും പരിസരങ്ങളും സെമിത്തേരിയും എല്ലാം വൃത്തിയാക്കുന്നു. രോഗി സന്ദർശനം. അതത് വാർഡുകളിലെ രോഗികളായവരെയും പ്രായമായവരെയും സന്ദർശിച്ച് കൂതാശ സ്വീകരണം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യം കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ ഒരുക്കി കൊടുക്കുന്നു. ആതുരാലയ സന്ദർശനവും തീർത്ഥാടനവും. ഓരോ കൂട്ടായ്മക്കാരും ആതുരാലയങ്ങൾ സന്ദർശിച്ച് സഹായം എത്തിക്കാനും കൂട്ടായ്മ തലത്തിൽ തീർത്ഥാടനങ്ങൾ സംഘടിപ്പിക്കുവാനും ശ്രദ്ധിക്കുന്നു. പൊതു ശുചീകരണവും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനവും. 3 മാസത്തിലൊരിക്കൽ വെച്ച് എല്ലാ കൂട്ടായ്മക്കാരും പൊതു സ്ഥലങ്ങളും തങ്ങളുടെ ഏരിയയിലുള്ള ഇടവഴികളും റോഡുകളും വൃത്തിയാക്കുകയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് പഞ്ചായത്തിന് കൈമാറുകയും ചെയ്തു. ഇതിൽ കുട്ടികളെ ഉൾപ്പെടുത്തി പരിസ്ഥിതി ആവാസയോഗ്യമാക്കേണ്ടത് മാനവരാശിയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്ന സന്ദേശവും പകരുന്നു. പച്ചക്കറി കൃഷി. കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 250 പാക്കറ്റ് പച്ചക്കറി വിത്തുകളും തൈകളും വിതരണം ചെയ്തു. വിഷരഹിത പച്ചക്കറി ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ജൈവവള മിശ്രിതം ചേർത്ത് മണ്ണ് നിറച്ച ഗ്രോ ബാഗുകൾ വിതരണം ചെയ്തു. അടുക്കളത്തോട്ട മത്സരത്തിൽ 150ഓളം കുടുംബങ്ങൾ പങ്കാളികളായി. ഇടവ മധ്യസ്ഥന്റെ തിരിശേഷിപ്പ് പ്രയാണം. ഫെബ്രുവരി മാസത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരിശേഷിപ്പും വഹിച്ചുകൊണ്ട് ഓരോ കൂട്ടായ്മയിലൂടെയും നടത്തിയ രഥയാത്രയ്ക്ക് എല്ലാ യൂണിറ്റിലും 12 രൂപയ്ക്ക് സ്വീകരണം നൽകി തിരിശേഷിപ്പ് വഴങ്ങി പ്രാർത്ഥിക്കുകയും ചെയ്തു. കൂട്ടായ്മ വാർഷികങ്ങൾ. ഒക്ടോബർ നവംബർ മാസങ്ങളിലായി 19 കൂട്ടായ്മകളിലും വാർഷികങ്ങൾ നടത്തി. തിരഞ്ഞെടുക്കപ്പെട്ട നല്ല കലാപരിപാടികൾ ഇടപാട് തലത്തിൽ വാർഷികത്തിൽ അവതരിപ്പിക്കാൻ അവസരവും നൽകി. ഹോം മിഷൻ. രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടന്ന ഹോം മിഷൻ ജൂൺ 25-26 തീയതികളിലായി നടന്നു. ആരാധനാ മണ്ഡലങ്ങളായ ബഹുമാനപ്പെട്ട സിസ്റ്റർ എല്ലാ ഭവനങ്ങളും സന്ദർശിച്ച് എല്ലാവരെയും കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. രൂപത ഭാരവാഹികളുടെ സന്ദർശനം. ജൂൺ മാസം 23-ാം തീയതി കുടുംബ കൂട്ടായ്മ രൂപത ഭാരവാഹികൾ ഇടവ സന്ദർശനം നടത്തി. പ്രസിഡന്റ് സെബാസ്റ്റ്യൻ സാറും സെക്രട്ടറി ബാബു സാറും ഭാരവാഹികളുടെ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. ആദരിക്കൽ. കൂട്ടായ്മ തലത്തിലും ഇടവക തലത്തിലും പഠനത്തിലും ലോഗോസ് ക്വിസിലും മറ്റു വിവിധ മത്സരങ്ങളിലും മികവ് പുലർത്തുന്ന മുതിർന്നവരെയും കുട്ടികളെയും പ്രത്യേക സമ്മാനങ്ങൾ നൽകി ആദരിച്ചു വരുന്നു. KCBC പ്രോഡക്റ്റ് മീഡിയ അവാർഡിന് അർഹനായ ദീപിക ന്യൂസ് എഡിറ്റർ ശ്രീ ജോൺസൺ നേതൃത്വത്തിനെ കൂട്ടായ്മ ഭാരവാഹികളുടെ മീറ്റിംഗിൽ ആദരിക്കുകയുണ്ടായി. മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം. വഖഫ് നിയമത്തിന്റെ പേരിൽ കുടിയേറ്റ ഭീഷണി നേരിടുന്ന മുനമ്പം നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നവംബർ 10-ന് 250 പേരെ പങ്കെടുപ്പിച്ച് പ്രതിഷേധ റാലി ടൗണിൽ നടത്തി. പൊതുസമ്മേളനത്തിൽ ഐക്യദാർഢ്യം പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. DCMS ക്രൈസ്തവ മഹാസമ്മേളനം രാമുതൽ കുഞ്ഞച്ചൻ നഗറിൽ നടന്ന രൂപത DCMS ക്രൈസ്തവ മഹാസമ്മേളനത്തിൽ ഇടവകാക്കുടുംബം മുഴുവൻ സഹകരിച്ച് കൂട്ടായ്മ തലത്തിൽ ലിസ്റ്റ് എടുത്ത് 5 ബസ്സുകളിലായി 280 പേരെ പങ്കെടുപ്പിച്ചു. ബൈബിൾ കൈയെഴുത്ത്. 2023 ഡിസംബർ മാസത്തിൽ 90 ദിവസങ്ങൾ കൊണ്ട് കൂട്ടായ്മ തലത്തിൽ സമ്പൂർണ്ണ ബൈബിൾ പകുതിയെഴുത്തുകയും 2024 ഫെബ്രുവരി മാസം 11-ാം തീയതി ടൗൺ പള്ളിയിൽ നിന്ന് സിവിഗിരിയിലേക്ക് 19 കൂട്ടായ്മക്കാരെ നടത്തിയ വർണ്ണശബളമായ വിശ്വാസ പ്രഘോഷണ റാലിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഈ വർഷം 125 കുടുംബങ്ങൾ വ്യക്തിപരമായും കുടുംബങ്ങൾ ചേർന്നു 120 ദിവസങ്ങൾ കൊണ്ട് പുതിയ നിയമം പകർത്തിയെഴുതി പൂർത്തിയാക്കി. അഭിവന്ധ്യ ജേക്കബ് പുലിക്കൻ പിതാവിന്റെ മഹനീയ സാന്നിധ്യത്തിൽ
ഡിസംബർ 1 ബിബ്ലിയ 2K24 എന്ന വചന പ്രഘോഷണ റാലി സിബിയിൽ നിന്നും ടൗൺ പള്ളിയിലേക്ക് നടത്തി. കയ്യെഴുത്തുപടി തയ്യാറാക്കിയുള്ള ബൈബിളുകൾ അലങ്കരിച്ച് ദീപങ്ങളുടെ അകപ്പടിയോടെ വചനങ്ങൾ ഏറ്റുപറഞ്ഞ് നടത്തിയ റാലി വലിയ അനുഭവവും സാക്ഷ്യവുമായി. ബൈബിളുകൾക്ക് 1, 2, 3 സ്ഥാനം സമ്മാനങ്ങളും 10 പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. റാലിക്ക് ആദ്യ 3 സ്ഥാനക്കാർക്കും 80% പേരും 70% പേരും മാർക്ക് നേടിയവർക്കും സമ്മാനങ്ങൾ നൽകി. അത് വലിയ പ്രോത്സാഹനമായി. ബൈബിൾ എഴുതിയ മുഴുവൻ പേർക്കും മെമന്റോ നൽകി ആദരിച്ചു. ഇത് അനേകർക്ക് പ്രചോദനമാകുകയും അടുത്തതായി പഴയ നിയമം എഴുതി പൂർത്തിയാക്കാൻ പലരും തീരുമാനമെടുക്കുകയും ചെയ്തു. വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും സന്തോഷം പങ്കുവച്ച് വർദ്ധിപ്പിക്കുവാനും വേദനകൾ പങ്കുവച്ച് ലഘൂകരിക്കുവാനും സഹായിക്കുന്ന കുടുംബ കൂട്ടായ്മകൾ നാം ഈ ലോകത്തിൽ തനിച്ചല്ല എന്ന ബോധ്യം നൽകുന്നു. സിബിഗിരി കുടുംബ കൂട്ടായ്മ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ദൈവത്തിനും ശക്തവും തീക്ഷ്ണവുമായ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട വികാരിയച്ഛനും കൊച്ചച്ഛനും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും വിശ്വാസ പരിശീലകർക്കും കൈക്കാരന്മാർ, കമ്മിറ്റിക്കാർ, വിവിധ സംഘടനാ ഭാരവാഹികൾ, ഇടവക്കാരെ നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സമയം സമർപ്പിക്കുന്നു. അടുത്തതായി മാതൃവേദിയുടെ പ്രവർത്തന റിപ്പോർട്ട്. അവളുടെ അധ്വാനത്തെ വിലമതിക്കുവിൻ. അവളുടെ പ്രവൃത്തികൾ നഗര കവാടത്തിൽ അവൾക്ക് പ്രശംസയായിരിക്കട്ടെ. സുഭാഷിതം 31-ാം അധ്യായം 31-ാം തിരുവചനം. സേവന സന്നദ്ധതയും പ്രാർത്ഥനാ ചൈതന്യവുമുള്ള മാതാക്കളുടെ സജീവ പങ്കാളിത്തത്തോടുകൂടിയ പ്രവർത്തനം മാതൃവേദി സംഘടനയെ ഇടവക തലത്തിലും സാമൂഹ്യ തലത്തിലുമുള്ള സേവനങ്ങൾ കാഴ്ചവെക്കുവാൻ സഹായിക്കുന്നു. മാതൃവേദി സിദ്ധിഗിരി യൂണിറ്റിലെ അംഗങ്ങൾ കുടുംബങ്ങൾക്കും ഇടവകയ്ക്കും അനുഗ്രഹമാണെന്ന് തെളിയിച്ചുകൊണ്ടുള്ള മാതൃവേദി 2024 പ്രവർത്തന വർഷ റിപ്പോർട്ട്. എല്ലാ മാസവും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട തീയതികളിൽ കൃത്യമായി മീറ്റിംഗ് കൂടുന്നു. മാസ മീറ്റിംഗിന് മുന്നോടിയായി എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടി പ്രവർത്തനങ്ങൾ വിലയിരുത്തി ചെയ്യേണ്ട പദ്ധതികളെക്കുറിച്ച് ആലോചന നടത്തുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ഛന്റെയും ജോയിന്റ് ഡയറക്ടർ സിസ്റ്ററിന്റെയും നേതൃത്വത്തിൽ കൂടുന്ന യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കുന്നു. ഈശ്വര പ്രാർത്ഥനയ്ക്കും ബൈബിൾ മനനത്തിനും ശേഷം സ്വാഗതം, റിപ്പോർട്ട്, കണക്കവതരണം, അധ്യക്ഷ പ്രസംഗം, ബഹുമാനപ്പെട്ട ഡയറക്ടറിന്റെയും ജോയിന്റ് ഡയറക്ടറിന്റെയും സന്ദേശം, രൂപത ഫൊറോന അറിയിപ്പ്, യൂണിറ്റ് പ്രവർത്തനങ്ങളുടെ അവലോകനം, അടുത്ത മാസത്തെ പരിപാടികൾ തീരുമാനിക്കുന്നു, രഹസ്യപിരിവ്, ചിട്ടി, സ്നേഹവിരുന്ന്, നന്ദി പ്രകാശനം എന്നിങ്ങനെ യോഗത്തിൽ നടന്നുവരുന്നു. മാതൃവേദിയെ സംബന്ധിച്ച് ഒത്തിരിയേറെ അനുഗ്രഹങ്ങളുടെ വർഷമായിരുന്നു 2024. ഇടവക ശതാബ്ദിയെ ആഘോഷിക്കുന്ന ഈ വർഷം ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഞങ്ങൾ അമ്മമാരെ സഹായിച്ചു. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വിശുദ്ധ ബൈബിൾ എഴുതാൻ സാധിച്ചു എന്നതാണ്. ഇടവക തലത്തിൽ എഴുതിയ സമ്പൂർണ്ണ ബൈബിൾ കൈയെഴുത്തിലും വാർഡ് അടിസ്ഥാനത്തിൽ എഴുതിയ സമ്പൂർണ്ണ ബൈബിളും സ്വന്തമായും കുടുംബമായും പുതിയ നിയമവും എഴുതുവാനും സാധിച്ചു. ഇടവക ജനം മുഴുവൻ വചനം പഠിക്കണമെന്നും വചനത്തിൽ ആഴപ്പെട്ട് ജീവിക്കണമെന്നുമുള്ള നമ്മുടെ വികാരിയച്ഛന്റെ ലക്ഷ്യത്തിൽ മാതൃവേദി അമ്മമാരുടെ പങ്കാളിത്തം വളരെ വലുതായിരുന്നു. മാതൃവേദി അംഗമായ റേഷീന സാബു വടക്കേടത്ത് ബൈബിൾ പുതിയ നിയമ കയ്യെഴുത്തിൽ നല്ല കയ്യെഴുത്ത് പ്രതിക്കുള്ള സമ്മാനത്തിന് അർഹയായി. കൂടാതെ 2-3 സ്ഥാനത്തിന് ജീന ജിമ്മി ബ്ലാക്കുഴിയിൽ, അമ്പിളി ദിബു വെട്ടിക്കുന്നേൽ എന്നിവർക്കും സമ്മാനം ലഭിച്ചു. പ്രാർത്ഥനയാണ് ഏതൊരു സംഘടനയുടെയും ശക്തി. എല്ലാ ദിവസവും 2 നേരം ഓൺലൈൻ വഴിയായി ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം യാചിക്കുന്നു. പ്രാർത്ഥനാ സഹായം ഏറ്റവും ആവശ്യമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇടവക ശതാബ്ദിയോടനുബന്ധിച്ച് ജനുവരി മാസത്തിൽ വയോജനം നടത്തുകയുണ്ടായി. ഇടവകയിൽ 70 വയസ്സിന് മേൽ പ്രായമുള്ളവരെ ദേവാലയത്തിൽ എത്തിക്കുകയും അവർക്കായി ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ കുമ്പസാരവും വിശുദ്ധ കുർബാന സ്വീകരണത്തിനുള്ള സൗകര്യവും ഒരുക്കുകയുണ്ടായി. മാതൃവേദി യുവത ഡയറക്ടർ ഫാദർ ജോസഫ് നരിത്തൂക്കിൽ എത്തിച്ചേർന്ന് വയോജനങ്ങൾക്ക് ആശംസാ സന്ദേശം നൽകുകയും സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. മാതൃവേദി അംഗങ്ങൾ അവർക്കായി പ്രത്യേകം തയ്യാറാക്കിയ സ്നേഹവിരുന്ന് നൽകി യാത്രയാക്കി. ഫെബ്രുവരി മാസത്തിൽ ഇടവകയിലെ ഏകസ്ഥരായ സ്ത്രീകളെ ഒരുമിച്ച് കൂട്ടി അവർക്ക് വേണ്ടി ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ബലിയർപ്പിക്കുകയും ആരാധന നടത്തുകയും ചെയ്തു. അവർക്ക് അൽഫോൻസാമയുടെ 5D പിക്ചർ സമ്മാനമായി നൽകി സ്നേഹവിരുന്ന് നൽകി സന്തോഷത്തോടെ യാത്രയാക്കി. ഇടവകയിലെ 2 ദേവാലയങ്ങളും പരിസരവും സെമിത്തേരിയും
വാർഡടിസ്ഥാനത്തിൽ എല്ലാ മാസവും വൃത്തിയാക്കാൻ അതാത് വാർഡിലെ മാതൃവേദി അംഗങ്ങൾ സജീവമായി പങ്കെടുക്കുന്നു. കൂടാതെ ജനുവരി 26, ഓഗസ്റ്റ് 15 എന്നീ ദിവസങ്ങളിൽ നടന്ന വഴിയോര പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിലും കാട് വെട്ടിത്തെളിക്കുന്നതിലും അമ്മമാർ സജീവ പങ്കാളിത്തം വഹിക്കുന്നു. ലോക വനിതാ ദിനമായ മാർച്ച് 8-ാം തീയതി SH മഠത്തിൽ വെച്ച് വനിതാ ദിനം ആഘോഷിച്ചു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഞങ്ങളെ സ്നേഹാദരവോടെ മഠത്തിലേക്ക് ക്ഷണിക്കുകയും ആത്മീയമായും ബൗദ്ധികമായും വളരുവാൻ വേണ്ടിയുള്ള ക്ലാസ് എടുക്കുകയും കായിക പരിപാടികൾ 2 മണിക്കൂർ സമയം ചെലവഴിക്കുകയും അതുകൂടാതെ വിഭവസമൃദ്ധമായ സദ്യയും ഞങ്ങൾക്കായി അവർ ഒരുക്കിയിരുന്നു. ശതാബ്ദിയോടനുബന്ധിച്ച് സെപ്റ്റംബർ 8-ാം തീയതി മാതാവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഇടവകയിലെ മേരി നാമധാരികളായിട്ടുള്ളവരെ ആദരിക്കുന്നതിലും അമ്മമാർ പങ്കെടുത്തു. ബഹുമാനപ്പെട്ട വികാരി അച്ഛനും കൊച്ചച്ഛനും ചേർന്ന എല്ലാ മേരി നാമധാരികൾക്കും മാതാവിന്റെ പ്രത്യേക രൂപം സമ്മാനമായി നൽകുകയും ചെയ്തു. ഇടവക ശതാബ്ദിയോടനുബന്ധിച്ച് ഭരണജ്ഞാന വിശുദ്ധ അൽഫോൻസ് സ്വാമിയുടെ കബറിടത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛനോടൊപ്പം ബലി അർപ്പിക്കുവാനും ജപമാല പ്രദർശനത്തിൽ പങ്കെടുക്കുവാനുമായി 70ഓളം അമ്മമാർ ഭരണജ്ഞാനത്ത് എത്തിയിരുന്നു. കൂടാതെ എല്ലാ വർഷവും നടന്നു വരുന്ന മാതൃവേദി ഭരണജ്ഞാന തീർത്ഥാടനത്തിലും കുഞ്ഞച്ചൻ തീർത്ഥാടനത്തിലും അമ്മമാർ പങ്കെടുത്തു. വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന അമ്മമാരുടെ മാനസിക ഉല്ലാസത്തിനായി ഡിസംബർ 10-ാം തീയതി ഒരു വിനോദയാത്ര ബഹുമാനപ്പെട്ട അച്ഛനും ജോയി ഡോക്ടർ സിസ്റ്ററിനും ഒപ്പം പോവുകയുണ്ടായി. രാവിലെ 7 മണിക്ക് കുഞ്ഞച്ചന്റെ കബറിടത്തിൽ ബഹുമാനപ്പെട്ട അച്ഛൻ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം കടുത്തുരുത്തി മാങ്കമെഡോസിലും ആർത്തങ്കൽ പള്ളി, വെച്ചൂർ പള്ളി, തങ്കിപ്പള്ളി സന്ദർശിച്ച് രാത്രി 10:30 മണിയോടെ എത്തിച്ചേർന്നു. രൂപതാ നിർദ്ദേശപ്രകാരം യൂണിറ്റ് തലത്തിൽ മത്സരങ്ങൾ നടത്തുകയും 1ഉം 2ഉം സ്ഥാനക്കാർക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. ലോഗോസിന് ഈ വർഷം 90 മാർക്ക് നേടി മാതൃവേദി അംഗമായ റീന ജോണി പുതുപ്പറമ്പിലിന് സമ്മാനം നൽകി അനുമോദിച്ചു. ഒത്തിരിയേറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പറയട്ടെ, മാതൃവേദി എന്ന ഞങ്ങളുടെ സംഘടനയ്ക്ക് ഈ വർഷം 1.5 ലക്ഷം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സാധിച്ചു. അതിന് ഞങ്ങളെ പ്രാപ്തരാക്കിയ ദൈവത്തിന് ഞങ്ങൾ ആദ്യം നന്ദി പറയുന്നു. ഞങ്ങളെ ഇതിനായി സന്നദ്ധരാക്കിയതും ഞങ്ങൾക്ക് ഈ ഫണ്ട് കണ്ടെത്തുന്നതിനായി വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയതും നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛനാണ്. തിരുനാളുകളിൽ ഞങ്ങൾ പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തി കിട്ടുന്ന ലാഭവും അഭ്യുതകാംക്ഷികളായ അമ്മമാർ നൽകിയ സഹായവും യോഗത്തിൽ പരസ്പര സഹായ ചിട്ടിയിൽ നിന്ന് കിട്ടുന്ന ആദായവുമാണ് ഞങ്ങൾക്ക് ഫണ്ടായി ലഭിച്ചത്. 2024-26 വർഷത്തെ പുതിയ ഭാരവാഹികൾ: പ്രസിഡന്റ് സെലിൻ സക്രിയ കരിമനാന്തരം, വൈസ് പ്രസിഡന്റ് ലിൻഡ ജോബി പുള്ളിക്കാട്ടിൽ, സെക്രട്ടറി വിൻസി സുബു അധികാരത്ത്, ജോയിന്റ് സെക്രട്ടറി ജാൻസി ജോജു തച്ചാമ്പുറത്ത്, ട്രഷറർ റെജീന സാബു വടക്കേടത്ത്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായി ആനിയമ്മ മാടക്കൽ, ഷേർലി ചന്ദ്രകുന്നേൽ, ജെസ്സി മ്ലാക്കുഴി, സീമ കുഴിപ്പള്ളി, ഷേർലി അരിമറ്റം, ബിനി മാടക്കൽ, ജിനു മ്ലാക്കുഴി എന്നിവരെ തെരഞ്ഞെടുത്തു. കുടുംബം ഒരു ഗാർഹിക സഭയാണ്. ദൈവപുത്രന് ജന്മം കൊണ്ടതും ഒരു കുടുംബത്തിലാണ്. 30 വർഷക്കാലം മാതാപിതാക്കൾക്ക് വിധേയനായി ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും രീതിയിൽ വളർന്നു വന്നതും കുടുംബത്തിലാണ്. ഈശോ ആദ്യം അത്ഭുതം പ്രവർത്തിച്ചതും കുടുംബ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിർദ്ദേശപ്രകാരമാണ്. വിശുദ്ധൻ ജന്മം കൊണ്ടതും കുടുംബത്തിലാണ്. കുടുംബത്തിലെ വിളക്കാണ് അമ്മമാർ. ആ വിളക്കണയാതെ കത്തിച്ചൊരിച്ചു നിൽക്കുവാൻ പരിശുദ്ധ അമ്മയെ പോലെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ എല്ലാ അമ്മമാർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് 2024 പ്രവർത്തന വർഷ റിപ്പോർട്ട് ഇവിടെ സമർപ്പിക്കുന്നു. അടുത്തതായി കഴിഞ്ഞ വർഷത്തെ AKCCയുടെ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട്. നിങ്ങളുടെ ജോലി എന്ത് തന്നെയായാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. കൊളോസിയൻസ് 3:23-24. സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക കമ്മ്യൂണിറ്റി സംഘടനയാണ് കാത്തലിക് കോൺഗ്രസ് ഗ്ലോബൽ. 1918-ൽ ഏതാണ്ട് 106 വർഷം മുമ്പ് രൂപീകരിക്കപ്പെട്ട സീറോ മലബാർ സഭയുടെ കീഴിലുള്ള അൽമായരുടെ അന്തർദേശീയ സംഘടനയായ AKCC സീറോ മലബാർ കത്തോലിക്ക സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള പുരോഗതിക്കും മതപരവും സാമൂഹികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവും സാമ്പത്തികപരവുമായ വശങ്ങളിൽ മൗലികാവകാശങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി നിലകൊള്ളുന്നു. കേരളീയ കത്തോലിക്ക മഹാജനസഭ എന്നായിരുന്നു സംഘടനയുടെ ആദ്യ പേര്. മാർ ലൂയിസ് പഴയപറമ്പിലായിരുന്നു ആദ്യ പ്രസിഡന്റ്.
1929 അതിരമ്പുഴ സമ്മേളനത്തിൽ ആദ്യത്തെ അൽമായ പ്രസിഡന്റായി ജോൺ നിതീരി സ്ഥാനമേറ്റു. 1931 അഖില കേരള കത്തോലിക്ക കോൺഗ്രസ് AKCC എന്ന ഇപ്പോഴത്തെ പേരിലേക്കും സംഘടന മാറി. AKCC 2023-24 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. സമൂഹത്തിന്റെ ബഹുമുഖ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കത്തോലിക്ക കോൺഗ്രസ് സിബിഗിരി ഇടവകയിലും വളരെ ആക്റ്റീവായി പ്രവർത്തിച്ചു വരികയാണ്. ബഹുമാനപ്പെട്ട ജോണച്ചന്റെ അധ്യക്ഷതയിൽ എല്ലാ മാസവും ആദ്യ ഞായറാഴ്ച AKCCയുടെ സംയുക്ത മീറ്റിംഗ് കൂടുകയും മുൻകാല പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും പുതിയ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു പോരുന്നു. ക്രിസ്മസ്, ന്യൂ ഇയർ ആഘോഷങ്ങൾക്കും ഉണ്ണീശോയുടെ തിരുനാൾ ആഘോഷങ്ങൾക്കും ശേഷം കുടുംബ കൂട്ടായ്മ ഭാരവാഹികളുടെയും വിവിധ സംഘടനാ ഭാരവാഹികളുടെയും തിരുനാൾ ആഘോഷ വോളണ്ടിയേഴ്സായി തെരഞ്ഞെടുക്കപ്പെട്ടവരുടെയും യോഗം ടൗൺ പാരിഷ് ഹാളിൽ കൂടി അംഗങ്ങളെ പല കമ്മിറ്റികളായി തിരിച്ച് ശതാബ്ദി ആഘോഷങ്ങൾക്കായുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. AKCC അംഗങ്ങൾ ഓരോരുത്തരും സഹകരണ മനോഭാവത്തോടെ മുന്നിട്ട് നിന്നിരുന്നു. ജനുവരി 20 ഭരണങ്ങാൻ അൽഫോൻസാമയുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ നമ്മുടെ ജോണച്ചൻ അർപ്പിച്ച ദിവ്യ ബലിയിൽ AKCC അംഗങ്ങൾ എല്ലാവരും തന്നെ പങ്കെടുത്തു. AKCC അംഗങ്ങൾ പള്ളിയും പരിസരങ്ങളും വഴിയോരങ്ങളും ഒന്നുചേർന്ന് ക്ലീനിംഗ് നടത്തി. ശതാബ്ദി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ഇടവകാംഗങ്ങളുടെ ആത്മീയ ഉണർവിനായി ഫെബ്രുവരി 4, 5, 6, 7 തീയതികളിൽ ഡാനിയൽ അച്ഛന്റെ ടീം അംഗമായ ബ്രദർ ബോണി മാടക്കൻ നയിച്ച വാർഷിക ധ്യാനത്തിലും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നൊവേന കുർബാനയിലും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ രൂപവും വഹിച്ചുകൊണ്ടുള്ള രഥയാത്രയിലും ഫെബ്രുവരി 9 തീയതിയിലെ കഴിഞ്ഞ പ്രദർശനത്തിലും AKCC അംഗങ്ങൾ സജീവമായി പങ്കെടുത്തു. പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ നടന്ന 21 ബൈബിൾ വഹിച്ചുകൊണ്ടുള്ള വിശ്വാസ പ്രഘോഷണ റാലിയിലും AKCC അംഗങ്ങൾ പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 14 തീയതി നമ്മുടെ ഇടവക കൂട്ടായ്മ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി രൂപതയിൽ നിന്ന് ഒരു സംഘം നമ്മുടെ ഇടവകയിലെത്തുകയും അവർ വിലയിരുത്തിയതനുസരിച്ച് പാലാ രൂപത 2023 പ്രവർത്തന വർഷം C കാറ്റഗറിയിൽ ഏറ്റവും നല്ല ഇടവക കൂട്ടായ്മയ്ക്കുള്ള 1ാം സ്ഥാനം നമ്മുടെ ഇടവക കരസ്ഥമാക്കുകയും രൂപത കുടുംബ കൂട്ടായ്മ വാർഷികത്തിൽ 100ഓളം ഇടവകാംഗങ്ങളോടൊത്ത് ബഹുമാനപ്പെട്ട ജോണച്ചൻ ട്രോഫി ഏറ്റുവാങ്ങുകയും ചെയ്തു. മാർച്ച് 17 തീയതി 7 മൈൽ കപ്പളിൽ നടന്ന സെന്റ് ജോസഫിന്റെ തിരുനാൾ ആഘോഷങ്ങളിൽ AKCC അംഗങ്ങൾ എല്ലാവരും പങ്കെടുത്തിരുന്നു. 40ാം വെള്ളി ആചരണം, വിശുദ്ധ വാരാചരണം, കുരുത്തോല പ്രദക്ഷിണം, ദുഃഖവെള്ളിയാഴ്ചത്തെ കുരിശുമല കയറ്റം തുടങ്ങി എല്ലാ ആചാരാനുഷ്ഠാനങ്ങളിലും ഭക്തിപൂർവ്വം AKCC അംഗങ്ങൾ പങ്കെടുത്തു. AKCC സിബിഗിരി 2024 പ്രവർത്തനോദ്ഘാടനവും വനിതാ വിങ്ങിന്റെ ഉദ്ഘാടനവും ഏപ്രിൽ 14 രൂപത ഡയറക്ടർ റവറൻ ഡോക്ടർ ഫാദർ ജോർജ് വർഗീസ് ഞാറക്കുന്നേലച്ചന്റെ അധ്യക്ഷതയിൽ നടത്തപ്പെടുകയുണ്ടായി. 200 പേരോളം സംബന്ധിച്ച മീറ്റിംഗിൽ വെച്ച് AKCC വനിതാ വിംഗ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. 12 മെയ് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് അരുവിത്തറയിൽ വെച്ച് നടന്ന AKCC 106ാമത് ജന്മദിനാഘോഷത്തിലും സമുദായ സമ്മേളനത്തിലും സിബിഗിരി യൂണിറ്റിനെ പ്രതിനിധീകരിച്ച് ബഹുമാനപ്പെട്ട ജോണച്ചന്റെ നേതൃത്വത്തിൽ 150ഓളം പേർ നമ്മുടെ ഇടവകയിൽ നിന്നും പങ്കെടുത്തു. സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന 10,000 പങ്കെടുത്ത റാലി പ്രതികൂല കാലാവസ്ഥയിലും വളരെ അനുഗ്രഹപ്രദമായി നടന്നു. AKCC അംഗങ്ങൾ മെയ് 14 തീയതി ഇടുക്കി ഹിൽവ്യൂ പാർക്ക്, അഞ്ചുരുളി, രാമക്കൽമേട് എന്നിവിടങ്ങളിലേക്ക് വൺ ഡേ വിനോദയാത്ര നടത്തി. അതുപോലെ അൽഫോൻസാമയുടെ കബറടത്തിലേക്കും ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച് വിശുദ്ധ പദവിയിലേക്ക് ഉയർന്ന ദൈവസഹായം പിള്ളയുടെ സൗധത്തിലേക്കും തീർത്ഥാടനം നടത്തി. 14 ജൂലൈ ഞായറാഴ്ച കത്തോലിക്ക കോൺഗ്രസ് മുട്ടം സിബിഗിരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടയത്തൂർ ഗവൺമെന്റ് ഹോമിയോ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ പനിക്കുള്ള പ്രതിരോധ മരുന്ന് വിതരണം ചെയ്തു. ഏകദേശം 500 പേർക്ക് വിതരണം ചെയ്യാൻ സാധിച്ചു. ജൂലൈ 3 ശനിയാഴ്ച ഫാദർ ജോൺസൺ പാക്കരമ്പൽ അച്ഛനെ നമുക്ക് പുതിയ അസിസ്റ്റന്റ് വികാരായി ലഭിച്ചു. നമ്മുടെ ഇടവക AKCC സെക്രട്ടറി ശ്രീ എഡ്വിൻ പാമ്പാറ AKCC രൂപത സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. AKCCയുടെ നേതൃത്വത്തിൽ മുട്ടം ടൗണിൽ ജീവനായി ജാഗ്രതയോടെ എന്ന പേരിൽ നടത്തപ്പെട്ട ക്രൈസ്തവ സമുദായ ശക്തീകരണ ജാഥയിൽ 850 പരം മുതിർന്നവരും കുട്ടികളും പങ്കാളികളായി. 18-24 ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് കത്തോലിക്ക കോൺഗ്രസ് സിബിഗിരി ഇടവകയുടെ നേതൃത്വത്തിൽ പാലാ രൂപതയുടെ സഹകരണത്തോടെ സൗജന്യ പച്ചക്കറി വിത്ത് വിതരണവും ശ്രീമതി ആഷ്ലിക്കൽ ജോർജ് നയിച്ച നൂതന അടുക്കളത്തോട്ട നിർമ്മാണ ക്ലാസും നടന്നു. അതിന്റെ ഭാഗമായി AKCC അംഗങ്ങൾ പിതൃവേദിയോട് ചേർന്ന് ബഹുമാനപ്പെട്ട ജോണച്ചന്റെയും കൊച്ചത്തിന്റെയും പ്രസൻസിൽ ഗ്രോ ബാഗുകൾ തയ്യാറാക്കി നൽകി. കുടയത്തൂർ കൃഷി ഓഫീസർ നൂതന കൃഷിയെപ്പറ്റി ക്ലാസ് എടുത്തു.
1824 മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിച്ച് പാവപ്പെട്ട ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യപ്പെട്ട് AKCC അംഗങ്ങൾ ധർണ നടത്തി. കത്തോലിക്ക കോൺഗ്രസ് പാലാ രൂപത പഠന ശിബിര ഉദ്ഘാടനവും ഗ്ലോബൽ സമിതി സന്ദർശനവും ഒക്ടോബർ 6 ഞായറാഴ്ച അൽഫോൻസിൻ പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എറണാകുളത്ത് വെച്ച് നടത്തപ്പെട്ടു. AKCC സിബിഗിരി യൂണിറ്റിനെ പ്രതിനിധീകരിച്ച് 8ഓളം അംഗങ്ങൾ പങ്കെടുത്തിരുന്നു. നവംബർ 10 മുനമ്പ നിവാസികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് വഖഫ് ഭീകരതയ്ക്കെതിരെയുള്ള പ്രതിഷേധവുമായി മുട്ടൻ ടൗണിലൂടെ പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും നടത്തി. നവംബർ 17 പാലാ രൂപത പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളോടും DCMS സപ്തതി വർഷാചരണത്തോടനുബന്ധിച്ച് 9:30 സെന്റ് അഗസ്റ്റിൻസ് പാരിഷ് കോട്ട് രാമപുരത്ത് വെച്ച് വാഴ്ത്തപ്പെട്ട തേവർപ്പറമ്പിൽ കുഞ്ഞച്ചൻ ദളിത് വിമോചനത്തിന് വഴികാട്ടി എന്ന വിഷയത്തിന്മേൽ നടത്തപ്പെട്ട ദേശീയ സിംബോസിയത്തിൽ AKCC അംഗങ്ങൾ പങ്കെടുത്തു. നവംബർ 17 ഉച്ചകഴിഞ്ഞ് രാമപുരത്ത് കുഞ്ഞച്ചൻ നഗറിൽ വെച്ച് നടത്തപ്പെട്ട ക്രൈസ്തവ സമുദായ മഹാസമ്മേളനത്തിൽ നമ്മുടെ ഇടവകയിൽ നിന്നും ബഹുമാനപ്പെട്ട ജോണച്ചന്റെയും കൊച്ചച്ചന്റെയും നേതൃത്വത്തിൽ 250ഓളം ആളുകൾ പങ്കെടുത്തു. ഡിസംബർ 1 ബിബ്ലിയ 2K24 എന്ന പേരിൽ ഇടവകയിലെ 125 കുടുംബങ്ങൾ 120 ദിവസങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ 120 ബൈബിൾ കൈയെഴുത്തു റാലിയിൽ AKCC അംഗങ്ങൾ സജീവമായി പങ്കെടുത്തു. AKCCയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുന്ന ബഹുമാനപ്പെട്ട വികാരിയച്ഛനോടും കൊച്ചച്ഛനോടും സംഘടനാ ഭാരവാഹികളോടും നിങ്ങൾ ഓരോരുത്തരോടും സർവോപരി നല്ല ദൈവത്തോടുമുള്ള നന്ദി അർപ്പിച്ചുകൊണ്ട് കോട്ടം സൗവിനയം സമർപ്പിക്കുന്നു. ഇനി SMIMന്റെ പ്രവർത്തന റിപ്പോർട്ടാണ്. യുവമായി ഈശോയെ പിന്തുടർന്ന് സഭയുടെ യുവത്വം കാത്തു സൂക്ഷിക്കുന്നത് നിർണായക പങ്ക് വഹിക്കുന്നവരാണ് യുവജനങ്ങൾ. യുവജനങ്ങളെ സഭയോട് ചേർത്ത് നിർത്തുവാനും അവരിൽ സുവിശേഷ മൂല്യങ്ങളും ക്രിസ്തീയ മനസാക്ഷിയും രൂപപ്പെടുത്തുവാനും സ്ഥാപിതമായ സംഘടന SMIMന്റെ 2023-24 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. വേദിയിൽ ഉപവിഷ്ടരായിരുന്ന ബഹുമാനിയെ സ്നേഹമുള്ള കുടുംബാംഗങ്ങളെ ക്രിസ്തീയ യുവത്വം വിശ്വ സഹോദരത്തിന് എന്ന മുദ്രാവാക്യവുമായി SMIM 2023-24 വർഷങ്ങളോട് കടന്നു പോകുമ്പോൾ എന്നും ജീവൻ തുടിക്കുന്ന അപ്പമായി നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഈശോ മിശിഹായുടെ അനുഗ്രഹത്തോടെ ഈ വാർഷിക റിപ്പോർട്ട് അത്യധികം സന്തോഷത്തോടെ തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടെ സവിനയം സമർപ്പിക്കുന്നു. 2023 ഡിസംബർ 4 SMIM സിബിഗിരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൈത്താങ്ങ എന്ന പേരിൽ 125 പൊതിച്ചോറുകൾ തയ്യാറാക്കി. അവശരെയും പാവപ്പെട്ടവരെയും സഹായിക്കാനുള്ള ഈശോ മിശിഹായുടെ മാതൃകയാണ് കൈത്താങ്ങയുടെ അന്വർത്ഥമായത്. ഡിസംബർ 23 ക്രിസ്മസിനോടനുബന്ധിച്ച് SMIMന്റെ ആഭിമുഖ്യത്തിൽ ടൗൺ പള്ളിയിൽ മനോഹരമായ നക്ഷത്രവും പുൽക്കൂട്ടും നിർമ്മിക്കുകയും ചെയ്തു. അധ്വാനശീലവും ആരോഗ്യവുമുള്ള യുവജനതയെ നമുക്ക് ആവശ്യമാണ്. ഇതിനായി 23/4/24 പള്ളി അങ്കണത്തിൽ ബാഡ്മിന്റൺ കോർട്ട് സജ്ജീകരിച്ചു. കൃഷിക്ക് ആവശ്യമായ വിത്തുകൾ കൃഷി വകുപ്പിന്റെ സഹായത്തോടെ വിതരണം ചെയ്യുവാനും പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പള്ളി അങ്കണത്തിൽ പല വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുവാനും സാധിച്ചു. ക്രൈസ്തവ സമൂഹത്തെ ആക്ഷേപിച്ച തത്വകൾക്കെതിരായും പൂഞ്ഞാറ് നടന്ന സംഭവവികാസങ്ങൾക്കെതിരായും SMIM മീഡിയ സെൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. 2024 വർഷത്തെ SMIM പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മാർച്ച് 1 രൂപത ഡയറക്ടറായിരുന്ന റവറന്റ് ഫാദർ മാണി ഗോൾബൻ കുറ്റി അച്ഛൻ നിർവഹിച്ചു. ഡീക്കൻ പട്ടം ലഭിച്ച SMIM അംഗമായിരുന്ന ബ്രദർ ഷോണിന് SMIM അംഗങ്ങൾ പ്രാർത്ഥനാശംസകൾ നേർന്നു. 12/5/24 അരുവിത്തറയിൽ നടന്ന ക്രൈസ്തവ സമുദായ സമ്മേളനത്തിലും റാലിയിലും അതുപോലെ ലഹരി വിരുദ്ധ ക്യാമ്പയിനിലും ക്രൈസ്തവർക്കെതിരെ നടന്ന പ്രവർത്തനങ്ങൾക്കുമെതിരെ രൂപത നേതൃത്വത്തിനൊപ്പം പാലായിൽ നടത്തിയ പ്രതിഷേധ റാലികളിലും നമ്മുടെ യുവജനങ്ങൾ പങ്കെടുത്തു. സൈബർ സെക്യൂരിറ്റി എന്ന വിഷയത്തിൽ സെമിനാറും നമ്മൾ സംഘടിപ്പിച്ചു. പള്ളിയും സെമിത്തേരിയും ശുചിയാക്കുകയും ചെയ്തു. 2023-24 അധ്യയന വർഷത്തിൽ SSLC+2 ക്ലാസുകളിൽ നിന്ന് ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയവരെ SMIM അനുമോദിച്ചു. നവംബർ 14 ഉണ്ണീശോ കളരി 1, 2, 3, 4 ക്ലാസുകളിലെ കുട്ടികൾക്ക് വേണ്ടി ചിൽഡ്രൻസ് ഫെയർ പ്രോഗ്രാം നടത്തുവാനും തീരുമാനിച്ചു. പ്രോഗ്രാമിന് കുട്ടിക്കൂട്ടം എന്ന പേര് നൽകുകയും മീഡിയ സെൽ ആ പ്രോഗ്രാമിന് വേണ്ടി പ്രോമോ വീഡിയോ തയ്യാറാക്കുകയും ചെയ്തു. ഇടവക ജനങ്ങളിൽ ദൈവവചനാധിഷ്ഠിതമായ ജീവിതത്തെക്കുറിച്ച് അവബോധം വരുത്താനുള്ള ബൈബിൾ കൈയെഴുത്ത് പദ്ധതിയിൽ SMIM A-B യൂണിറ്റുകൾ ചേർന്ന് 2 ബൈബിളുകൾ എഴുതി പൂർത്തിയാക്കി. ഓണത്തോടനുബന്ധിച്ച് പായസമേളയും ക്രിസ്മസിനോടനുബന്ധിച്ച് കേക്കുമേളയും പുൽക്കൂട് നക്ഷത്ര നിർമ്മാണം തുടങ്ങിയ പദ്ധതികളും SMIM സംഘടിപ്പിച്ചു. കുട്ടികളിൽ മരിയ ഭക്തി ഉളവാക്കുന്നതിന് മരിയ ക്വിസും നടത്തി. സഭയ്ക്കും രാഷ്ട്രത്തിനും
ദൈവത്തിന് മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളുന്ന SMAM-ന് നേതൃത്വം നൽകുന്ന വികാരി അച്ഛനും ഡയറക്ടർ അച്ഛനും ജോയിന്റ് ഡയറക്ടർ നയ ആനിമേറ്റേഴ്സിനും എല്ലാ യുവജനങ്ങൾക്കും എല്ലാറ്റിനുപരിയായി ദൈവത്തിന് 1000 നന്ദി സമർപ്പിച്ചുകൊണ്ടും അതുപോലെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ടും ഈ റിപ്പോർട്ട് ഇവിടെ സമർപ്പിക്കുന്നു. അവസാനമായി വിൻസെന്റ് ഡീപോളിന്റെ പ്രവർത്തന റിപ്പോർട്ട്. Society of St. Vincent de Paul, St. Joseph Conference, St. Sebastian Church, Sibigiri, 2023-24 വാർഷിക റിപ്പോർട്ട്. ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ. കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് സംരക്ഷിക്കും. കർത്താവ് അവനെ പരിപാലിക്കുകയും അവന്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും. അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും. അവിടുന്ന് അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല. സങ്കീർത്തനം 41:1-2 വാക്യങ്ങൾ. വിൻസെന്റ് സഹോദരങ്ങൾക്ക് കർത്താവ് നൽകുന്ന പ്രതിഫലം അനുഗ്രഹം മാത്രമാണ്. ദരിദ്രരോട് ദയ കാണിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണല്ലോ നമ്മുടേത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് പിന്നിലും നാം അറിയാതെ അനുഗ്രഹം ലഭ്യമായിരിക്കും. ഈ ഒറ്റ കാരണത്താലാണ് ഞങ്ങൾ വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 1974 ജൂൺ മാസം 2-ാം തീയതിയാണ് സിബിഗിരി പള്ളിയിൽ സെന്റ് ജോസഫ് കോൺഫറൻസ് എന്ന പേരിൽ വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി സ്ഥാപിതമായത്. ആത്മീയ ഉപദേഷ്ടാവായ റംദർ ഫാദർ ഫിലിപ്പ് കൊട്ടുകാപ്പള്ളി രക്ഷാധികാരിയായും ശ്രീ KM ജോർജ് പ്രസിഡന്റായും പ്രവർത്തനം ആരംഭിച്ചു. 6 അംഗങ്ങളുമായി പ്രവർത്തനം ആരംഭിച്ച സൊസൈറ്റി ഇടവകയിലെ പ്രമുഖരുടെ നേതൃത്വത്തിൽ ജാതിമത ഭേദമന്യേ ഇടവകയിൽ ഏവർക്കും സഹായമാകുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. അനേകർക്ക് ആശ്വാസവും സഹായവും പ്രാർത്ഥനയും നൽകിപ്പോന്നു. വിൻസെന്റ് ചൈതന്യത്തിന്റെ തിരുനാളം കെടാതെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്ത് 2022 ഓഗസ്റ്റ് മാസം 7-ാം തീയതി റവറന്റ് ഫാദർ ജോൺ പാളിത്തോട്ടം രക്ഷാധികാരിയായും ജിമ്മി മാർക്കൊഴി പ്രസിഡന്റും സിജു അരിമറ്റം സെക്രട്ടറിയും ജെൻസൺ മണപ്പറമ്പിൽ വൈസ് പ്രസിഡന്റും ഓസൻ മുതലാക്കൽ ട്രഷററും ജെയിംസ് പുതുപ്പറമ്പിൽ സന്തോഷ് വാദലൂർ വിൻസെന്റ് തുഞ്ചപ്പറമ്പിൽ സഖറിയാസ് കരിലാന്തരത്തിൽ മാത്യു തെരുവിൽകുന്ന് തോമസ് ഒന്നുപാലത്തിങ്കൽ സിബു അധികാരത്ത് ജോണി പുതുപ്പറമ്പിൽ എഡ്വിൻ പാമ്പാറയിൽ എന്നിവർ അംഗങ്ങളായും ദൈവാനുഗ്രഹത്താൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. ഇടവകാംഗങ്ങളും മറ്റു മതസ്ഥരും അടങ്ങുന്ന 18 ദത്ത് കുടുംബങ്ങൾ ഉണ്ട്. 4 കുടുംബങ്ങളിൽ വിദ്യാഭ്യാസ സഹായമായും 3 കുടുംബങ്ങളിൽ ഭക്ഷ്യസഹായമായും 11 കുടുംബങ്ങളിൽ ചികിത്സാ സഹായമായും 1000 രൂപ വീതം എല്ലാ മാസവും നൽകി പോരുന്നു. വിദേശ സഹായമായി ഓസ്ട്രേലിയ, അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയുടെ സഹായം ഇടവകയിലെ അർഹതപ്പെട്ടവർക്ക് നേരിട്ട് ശുപാർശ ചെയ്ത് കൊടുക്കുന്നു. ഇത് ഏകദേശം പ്രതിവർഷം 1.5 ലക്ഷം രൂപയോളം ലഭിക്കാറുണ്ട്. ഈ വർഷം അത് പല കുടുംബങ്ങൾക്കായി 4 ലക്ഷത്തോളം രൂപ ലഭിക്കുകയുണ്ടായി. കൂടാതെ ഇടവകയിലെ സന്മനസ്സുള്ള 10-ൽ പരം സഹായ അംഗങ്ങൾ അവരുടെ ദശാംശം പ്രതിമാസം വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിക്ക് നൽകി വരുന്നു. അതോടൊപ്പം വിൻസെന്റ് അംഗങ്ങളുടെ പ്രതിവാര രഹസ്യജീവവും സഹായധനമായി ലഭിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും വിൻസെന്റ് ഡി പോൾ കോൺഫറൻസ് ഹാളിൽ 7 AM വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എല്ലാ അംഗങ്ങളും പ്രാർത്ഥനാപൂർവ്വം ഒത്തുചേരുകയും വചനവിചിന്തനം നടത്തുകയും ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. തുടർന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഭവനങ്ങളിൽ രോഗി സന്ദർശനം നടത്തുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അത്യാവശ്യ ചികിത്സാ സഹായമായി 2 വ്യക്തികൾക്ക് 5000 രൂപ വീതവും ഒരാൾക്ക് 2000 രൂപയും നൽകുകയുണ്ടായി. 3 വീടുകൾ പുതുക്കിപ്പണിയുന്നതിനാവശ്യമായ ചെറിയ സഹായങ്ങൾ ചെയ്യുവാൻ സൊസൈറ്റിക്ക് സാധിച്ചു. ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയിലെ എല്ലാ അംഗങ്ങളും സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നു. ഈ കോൺഫറൻസിന്റെ ആത്മീയ ഉപദേഷ്ടാവും രക്ഷാധികാരിയുമായ വികാരി ഫാദർ ജോൺ പാളിത്തോട്ടത്തിനുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. യോഗങ്ങളിൽ പങ്കെടുക്കുകയും ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന കൊച്ചച്ഛൻ ഫാദർ ജോൺസൺ ഫാദറിനെ നന്ദിയോടെ ഓർക്കുന്നു. കോൺഫറൻസിനെ സാമ്പത്തികമായി സഹായിക്കുകയും നല്ല നിർദ്ദേശങ്ങൾ നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ സഹായ അംഗങ്ങളെയും നന്ദി അറിയിക്കുന്നു. വിദേശത്തു നിന്നും സഹായം നൽകുന്ന കോൺഫറൻസുകളിലെ അംഗങ്ങളെ നന്ദിയോടെയും ഏറെ സ്നേഹത്തോടെയും ഓർക്കുന്നു. ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരമുണ്ടാക്കാൻ സാധിക്കില്ല. എങ്കിലും നമുക്കാവുന്ന വിധത്തിൽ നമ്മുടെ പാവപ്പെട്ട സഹോദരങ്ങളുടെ കണ്ണീരൊപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. മുൻപോട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളിലും വിൻസെന്റ് ഡി പോളിന്റെ പാവങ്ങളോടുള്ള തീക്ഷ്ണതയും വാഴ്ത്തപ്പെട്ട ഫെഡറിക്കോ സാനാമിന്റെ കാരണത്തിന്റെ ജീവിതശൈലിയും നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഇവിടെ സമർപ്പിക്കുന്നു. സെക്രട്ടറി സിജു അരിമറ്റം. നന്മയുടെ പ്രതീകമായി ഈ വേദിയെ ഉദ്ഘാടനത്തിനുള്ള ധന്യമാക്കുന്നതിന് ദൈവിക സാന്നിധ്യം പ്രദാനം ചെയ്യുന്നതിന്
തുടങ്ങനാട് ഫൊറാനയുടെ വികാരിയായ സ്നേഹവും ബഹുമാനപ്പെട്ട റവറന്റ് ഫാദർ ജോൺസൺ പുള്ളിക്കച്ചനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇടവകയുടെ കുടുംബ കൂട്ടായ്മകളുടെ ഭക്തസഭയുടെ സംയുക്ത വാർഷിക സമ്മേളനത്തിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ പാടത്തടച്ച ബഹുമാനപ്പെട്ട സഭ കർമ്മരച്ച എഡ്വിൻ പമ്പാറ, ജിമ്മി മങ്കുടിയിൽ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറ്റവും വാത്സല്യമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടാകാം, അച്ഛന് പള്ളിയിൽ കുർബാന ചൊല്ലി പ്രസംഗം പറഞ്ഞു. ഇനിയും ഇവിടെ ഒരു പ്രസംഗം നടത്താൻ പോകുന്നതാണോ? ഞാൻ വലിയ പ്രസംഗമൊന്നും പറയുന്നില്ല, എങ്കിലും ഒന്ന് രണ്ട് വാക്കുകൾ പറയുക എന്നുള്ളത് ഒരു മീറ്റിംഗിന്റെ ഔപചാരികയുടെ ഭാഗം ആയതുകൊണ്ട് മാത്രം ഞാൻ നിൽക്കുകയാണ്. നമ്മുടെ ഭക്തസ്ഥങ്ങളുടെ ഈ മീറ്റിംഗിനെ തുടർന്ന് കലാപരിപാടികളുണ്ട്, അത് ആസ്വദിക്കുവാനും കൂടി നിങ്ങൾ കാത്തിരിക്കുകയാണ്. നമുക്കറിയാം, സംഘടനയുടെയും കുടുംബ കൂട്ടായ്മയുടെയും ഒക്കെ റിപ്പോർട്ട് വായിച്ചപ്പോൾ എത്ര മനോഹരമായിട്ട് ഇടവകയുടെ അജപാലനങ്ങൾ നടന്നു പോകുന്ന ഒരു ഇടവകയായിട്ട് മുട്ടസിബിഗിരി ഇടവകയെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. കഴിഞ്ഞ കൊല്ലത്തെ വാർഷിക സമ്മേളനത്തിലും ഞാൻ പങ്കെടുക്കുകയുണ്ടായി. തുടങ്ങാട് നോക്കുമ്പോൾ വളരെ അഭിമാനത്തോടുകൂടി തന്നെയാണ് ഈ മുട്ടസിബിഗിരി ഇടവകയെ കാണുന്നത്. കാരണം ആ ഭവനായിലെ ഒരു പള്ളി എല്ലാ കാര്യങ്ങളിലും, എല്ലാ അജപാലന കാര്യങ്ങളിലും രൂപതയിൽ തന്നെ ഒന്നാമത്തെ സ്ഥാനം കരസ്ഥമാക്കത്തക്ക രീതിയിൽ വളരെ ഭംഗിയായിട്ട്, ചിട്ടയായിട്ട്, മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു നല്ല ഇടവക. അതിന്റെ തന്നെ തെളിവുകൾ ഒക്കെ വീണ്ടും ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ ചെയ്ത കാര്യങ്ങൾ രൂപതയില് വളരെയധികം ചർച്ചയായ ഒരുപടി കാര്യങ്ങളുണ്ട്. മറ്റുള്ളവർക്ക് മാതൃകയായത് ഒരുപക്ഷെ അനുകരിക്കുവാനായിട്ട് എളുപ്പമല്ലാത്ത വിധത്തിലുള്ള അജപാലന കാര്യങ്ങൾ. നിങ്ങൾ 120ഓളം ബൈബിളുകളുടെ കയ്യെഴുത്ത് പ്രതികൾ എഴുതി അതിന്റെയൊക്കെ ആ ബൈബിൾ ആഘോഷങ്ങളുമൊക്കെ ഞങ്ങളൊക്കെ വാസ്തവത്തില് അസൂയോടുകൂടിയാണ് കണ്ടത്. ഞാൻ തുടങ്ങനാട് നോക്കുമ്പോൾ മുട്ടത്തെ കുറിച്ച് അഭിമാനമുണ്ട്, അതുപോലെ അസൂയമുണ്ട്. കാരണം നിങ്ങൾ എല്ലാ കാര്യങ്ങളും അതുപോലെ നല്ല നേതൃത്വത്തിൽ പോകുന്നു എന്നുള്ളതാണ്. എനിക്കിവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ അസൂയക്ക് കാരണക്കാരൻ നമ്മുടെ വികാരിയച്ഛനാണ്. ഞങ്ങളൊക്കെ സെമിനാറിൽ ആയിരുന്നപ്പോൾ ഞങ്ങൾ യൂണറായിട്ട് ആയിരുന്ന അച്ഛനാണ്. അച്ഛന് ഇരുന്ന ഇടവകളിലും പ്രസ്ഥാനങ്ങളിലും അച്ഛൻ്റെതായിട്ടുള്ള ഒരു ടച്ചുണ്ട്. ഒരുപക്ഷെ ഇവിടെ കൊച്ചച്ഛൻ ഉള്ള അവസരമുണ്ട്, ഇല്ലാത്ത അവസരമുണ്ട്. ഏത് കാര്യത്തിലാണ് അച്ഛന്റെ ഒരു കണ്ണ് കയ്യെ ചെല്ലാത്തത്? അതുതന്നെയാണ് നല്ല ഒരു അച്ഛപാലകൻ. ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വലിയ ഒരു ഭാഗ്യമാണ് നിങ്ങളുടെ വികാരിയച്ഛൻ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അച്ഛന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അർപ്പിക്കുവാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ദൈവം അവർക്ക് വീണ്ടും വീണ്ടും നന്മകൾ കൊടുക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട കൊച്ചച്ഛൻ, ഞാൻ അച്ഛനോടൊപ്പം അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന വർഷങ്ങളുണ്ട്. അച്ഛൻ തന്നെ സൂചിപ്പിച്ചു, ഒരു റീജൻസി ബ്രദറായിരുന്ന കാലഘട്ടം, ളാലപ്പള്ളിയുടെ സഹവികാരി ആയിരുന്ന കാലഘട്ടം. അച്ഛന്റെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് കൊച്ചച്ഛനെ അന്ന് പിതാവ് അരമനയിലെ സെക്രട്ടറി ആയിട്ട് കൊണ്ടുപോവുകയും 3 പിതാക്കന്മാർക്ക് സെക്രട്ടറി ആയിട്ട് ആകാനായിട്ട് അവസരം ലഭിച്ച ഒരു പാലാരൂപത വേറെ ആരുമില്ല. അതാണ് അച്ഛന്റെ പ്രത്യേകത. റീജൻസിക്കാരുടെ എന്നോർക്കുന്നത് എല്ലാ കാര്യങ്ങളും ലാളിത്യം, വിനയം, നന്മ, കരുതല്, ചിട്ട, ഇതെല്ലാം അച്ഛനുണ്ട്. ആ അച്ഛനെ തന്നെയാണ് ഇവിടെ കെട്ടിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ
വികാരിയച്ഛന്റെ കരങ്ങൾക്ക് ഇരട്ടി ശക്തി പകരാനായിട്ട് ശക്തനായ പ്രാപ്തനായ ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ജോൺ ബാക്കരമ്പലച്ഛന്. ഇന്ന് അച്ഛനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെയൊക്കെ ഒരു ഫീസ്റ്റിന്റെ ദിവസമാണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ എന്റെ ഫീസ്റ്റ് വിഷ് ചെയ്തു, അച്ഛന്റെയും ഫീസ്റ്റ് വിഷ് ചെയ്യുവാനായിട്ട് പ്രാർത്ഥന ആശംസകൾ നേരുവാനായിട്ട് ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. കലാപരിപാടികളൊക്കെ ഉണ്ടല്ലോ, പറയാനാണ് ഇവിടെ കാര്യങ്ങളുണ്ട്. നമുക്ക് കുടുംബ കൂട്ടായ്മകളും ഇടവകയും ഒക്കെ നമ്മളൊക്കെ ഇന്ന് വളരെയധികം പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. നമ്മൾ ചിന്തിക്കുന്നതിലും അധികമായിട്ട് നമ്മൾ ദുർബലരാണ്. നിരവധി പ്രശ്നങ്ങള്, പ്രതിസന്ധികള് ഒക്കെ അഭിമുഖീകരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന മക്കളാണ് നമ്മൾ ഓരോരുത്തരും. ഇവിടെ കുടുംബ കൂട്ടായ്മകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. ഒരു സാമുദായികമായിട്ടുള്ള ഒരു അവബോധം, ഇതിൽ വർഗീയതയുടെ ചിന്തയല്ല. നമ്മൾ ഒന്നാണ്, നമ്മൾ ഒന്നിച്ചു നിൽക്കണം, ഒരേ മനസ്സോടുകൂടി നമുക്ക് ജീവിക്കണം. നമ്മൾക്ക് എതിരായിട്ടുള്ള നിരവധിയായ വെല്ലുവിളികളിൽ നമ്മൾ കൂട്ടായിട്ട് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ വിജയം വരിക്കാൻ സാധിക്കുള്ളൂ. ഈ കുടുംബ കൂട്ടായ്മകളും ഭക്തസംഘടനകളും ഇടവകളിലെ ഓരോ അജപാലന പ്രവർത്തനങ്ങളും ഇതിലേക്ക് നമ്മളെ നയിക്കുവാൻ നമുക്ക് കാരണമാകണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട വികാരിയച്ഛന്റെയും കൊച്ചച്ഛന്റെയും നേതൃത്വത്തോട് ചേർന്ന് സിസ്റ്റേഴ്സും കുടുംബ കൂട്ടായ്മ ഭാരവാഹികളും ഞങ്ങളെല്ലാവരും ഒന്നുചേർന്നുള്ള ഈ മുന്നേറ്റം തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടുവാനായിട്ടുള്ള ശക്തിയും ചൈതന്യവും കൃപയും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും നമ്മൾ ഈ തിരുനാളിന്റെ ഭാഗമായിട്ട് കൂടിയാണല്ലോ ഉണ്ണിമിശുക, തിരുക്കുടുംബത്തിൽ പിറന്ന ഉണ്ണിമിശുക. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് കുടുംബങ്ങളുടെ ചരിത്രമാണ്. നമുക്കും ഈ ഇടവകയാകുന്ന സെബേരി കുടുംബം ഒരു പുതിയ ചരിത്രം കുറിക്കുവാൻ, രചിക്കുവാൻ ഈ കാലഘട്ടം കാരണമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഫാദർ. ഈ പ്രോഗ്രാമിന് അധ്യക്ഷത വഹിച്ച് സംസാരിക്കുന്നത് സിബിഗിരി ദേവാലയത്തിന്റെ വികാരിയും നമ്മുടെ പ്രിയങ്കരനുമായ റെവറൻഡ് ഫാദർ ജോൺ പാൽത്തോട്ടം അച്ഛനെ ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടകനായിട്ടെത്തിയ ബഹുമാനായ നമ്മുടെ പ്രധാനാധികാരി ബഹുമാനപ്പെട്ട ജോൺസൺ പുള്ളിക്കസൻ, ബഹുമാനപ്പെട്ട ജോൺസൺ സർ, നമ്മുടെ കുടുംബ കൂട്ടായ്മയുടെ പ്രസിഡന്റ് ശ്രീ ജിമ്മി മാർഗുരീരൻ, നമ്മുടെ സെൻട്രൽ സ്കൂൾ ഹെഡ് മാസ്റ്ററും KCCയുടെ സെക്രട്ടറി, യുവതാ സെക്രട്ടറിയുമായ ശ്രീ എഡ്വിൻ അമ്പാറ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ കൈക്കാരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, ഞാൻ അധികം പറഞ്ഞ് വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആവശ്യത്തിപ്പോൾ വിഷമിപ്പിക്കുക. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പരിപാടി, നമ്മുടെ ഇതൊരു കുടുംബ സംഗമമാണ്. ഇടവകാല കുടുംബത്തിന്റെ ഈ സംഗമത്തിൽ നിങ്ങളെല്ലാവരും വളരെയേറെ സന്തോഷത്തോടെ ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കുടുംബത്തിന്റെ ഇടവ കുടുംബത്തിന്റെ പിതാവ് നിലയിൽ വളരെയേറെ സന്തോഷിക്കുന്ന ഞാനാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളുടെ റിപ്പോർട്ടുകളൊക്കെ വായിച്ചു കേട്ടു. ഓരോ കൂട്ടായ്മക്കാരും ഓരോ സംഘടനകളും തങ്ങളുടേതായിട്ടുള്ള ആ ഭാഗഭാഗത്വം നന്നായിട്ട് നടത്തിയപ്പോൾ അത് മറ്റുള്ളവരാൽ പ്രശംസിക്കപ്പെടുവാൻ, മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുവാൻ ഇടയാവുകയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നന്നായിട്ട് ചെയ്യുമ്പോൾ അത് ദൈവം തന്നെ അതിന്റെ പ്രതിഫലം നൽകുകയാണ്. അത് നിങ്ങൾ എന്നെ ഒത്തിരിയേറെ കഷ്ടപ്പാടുണ്ട്. എനിക്കറിയാം, ഓരോ കൂട്ടായ്മ ഇവിടെ പല കലാപരിപാടികൾ അവതരിപ്പിക്കുന്നു. ആ കലാപരിപാടിക്ക് ഒരുങ്ങാൻ തന്നെ നമ്മുടെ കൂട്ടായ്മ തലത്തിൽ എല്ലാ കൂട്ടായ്മയുടെയും വാർഷികം നടത്തപ്പെടും. ആ കൂട്ടായ്മ ഭാരവാഹികളുടെ കൂട്ടൊരുമിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഓരോ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തിയതും വാർഷികാഘോഷങ്ങളൊക്കെ വളരെ വിപുലമാക്കാൻ സഹായിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ സെലക്ട് ചെയ്യപ്പെട്ട കുറെ പരിപാടികളാണ് ഇവിടെ അവതരിപ്പിക്കുക. ഞാൻ അച്ഛൻ പറയുകയുണ്ടായി, കലാപരിപാടി കൂടിയിട്ട് പോകുകയാണ്. വളരെ ശ്രേഷ്ഠമായ വിഭവങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുക. ഇവിടെ തന്നെ പലരും ഒരുങ്ങി റെഡിയായി നിൽപ്പുണ്ട്.
അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നൊരു ഈ സയൻസ് സന്ധ്യ നമുക്കൊരു വളരെ ഹൃദ്യമായ ഒരു ആസ്വാദ്യതയുടെ ഒരു നിമിഷമായി മാറും എന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മുടെ യുവതലത്തിലെ പ്രവർത്തനങ്ങളെ ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് അക്ഷീണം പ്രയത്നിക്കുന്നതിന് ഓരോരുത്തരും എല്ലാവരും കൈക്കാരന്മാരും അമിച്ചുകാരും കൊണ്ടുപോകാൻ ഭാരവാഹികളും സംഘടനാ ഭാരവാഹികളും എല്ലാം ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എല്ലാം നിങ്ങൾ നൽകുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് വളരെ ഊർജ്ജസ്വലനായിട്ട് ഇതിനെല്ലാം പിന്നിൽ നിന്നുകൊണ്ട് അതിന്റെ മുൻപന്തിയിലേക്ക് ഇവിടെ കുഞ്ഞുങ്ങളെയും ചെറുപ്പക്കാരെയൊക്കെ കൊണ്ടുവരാനായിട്ട് വളരെ ക്ഷീണം പ്രയത്നിക്കണം. ഞാൻ രാവിലെ ശ്രദ്ധിച്ചിരുന്നത് നമ്മള് ബസ്സിന്റെ ഫീസ് നമ്മൾ കുറഞ്ഞ ഞായറാഴ്ച ആഘോഷിക്കുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകം പറയാത്തത് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ സൺഡേ സ്കൂൾ ദിനത്തിന് ആഘോഷിച്ചു, വിവിധ സംഘടനകൾ രാവിലെ ആഘോഷിച്ചു. ഇനി അതുകൂടാതെ ഈ മീറ്റിംഗ് ഓണത്തിന് എല്ലാവർക്കും ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട അന്തരിച്ചന്മാരുടെയും ഈസ്റ്റിന്റെ ആ സന്തോഷം പങ്കുവയ്ക്കുവാൻ നിങ്ങൾക്ക് എല്ലാവരും കേക്ക് വിതരണം ചെയ്യുന്നു. ഇതിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമുക്ക് ഇവരുടെ രണ്ടുപേരും ഈ അടയ ചക്കരയെ പോലെ അത്രമാത്രം വളരെ സ്നേഹത്തോടെയാണ്. അതുകൊണ്ടാണല്ലോ കൊച്ചനായി തന്നെ മോഹനായി തന്നപ്പോൾ തന്നെ അടുത്തെടുത്ത് വലിയൊരു ആത്മബന്ധം രണ്ടുപേരെയും ആ ജോനാസ്തികാരുടെ ആ ഒരു ടച്ച് രണ്ടുപേർ കൊണ്ടുതാണ്. കാണുമ്പോൾ തന്നെ അറിയാം, മുഖത്തെ പുഞ്ചിരിയും കാണുമ്പോൾ തന്നെ അറിയാം. ജോനാസ്തികായെ പോലെ തന്നെ ചേർന്നിരുന്ന് വളരെ സ്നേഹത്തോടെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ആ യേശുവിന്റെ സ്നേഹം അവോളം സ്വീകരിച്ച് മറ്റുള്ളവർക്ക് വളർന്നു കൊടുക്കാനായിട്ട് സാധിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് സന്തോഷിക്കുക. നമ്മുടെ പ്രബന്ധ വികാരി ദൈവവും യോനാസ്തികാരന്റെ നാമധേയത്വത്തോടെ പ്രവർത്തിക്കുന്നു. നമ്മളിതിൽ ഭാഗമാക്കാകുവാനായിട്ട് നമ്മുടെ ഈ കൊറോണയിൽ നമുക്ക് പ്രവർത്തനങ്ങൾ ഇപ്പം തന്നെയാണെങ്കിലും കൊറോണ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളിലും അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ കൊറോണ ഇത് ബത്തിട്ടുപടിയായി പോകുന്നതിൽ അത്രമാത്രം മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛന്റെ ആ ദീർഘവീക്ഷണവും ആത്മാർത്ഥമായിട്ടുള്ള ആ പ്രാർത്ഥനയും ആത്മീയ മുന്നേറ്റവുമാണ് ഉറങ്ങിക്കിടന്നുള്ള തുടങ്ങാടിനെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്, ശക്തിയോടെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും മുൻപോട്ട് വളരെ നന്നായിട്ട് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ അവസരത്തിൽ നമ്മുടെ കൂട്ടായ്മ പ്രവർത്തനങ്ങളും അവർക്കൊരു പ്രചോദനമാകുന്നുണ്ട് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. നമുക്ക് ഈ അവസരത്തിൽ എല്ലാവരും ഈ വാർഷികത്തിന്റെ അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫാദർ. ആശംസകൾ അടുത്ത് സംസാരിക്കുന്നതിനായി സിബിരി സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ എഡ്വിൻ ബാബാർ സാറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. യോഗത്തിന് അധ്യക്ഷപദം അനുകരിക്കുന്ന സ്നേഹം പറഞ്ഞ വികാരിയച്ഛൻ പാടിക്കൊടുത്തരച്ച, ഉദ്ഘാടകർ നിർവഹിച്ച ജോൺസൺ പുള്ളിയിലച്ച, സ്വാഗതം ആശംസിച്ച പാക്കരം വെല്ലച്ച, ഏറ്റവും സ്നേഹം നിറഞ്ഞ ചിമ്മിച്ചേട്ട, നല്ലവരായ സംഘടനാ ഭാരവാഹികളെ കുടിയെത്തിയിരിക്കുന്നവരെ സിസ്റ്റേഴ്സ്, നമ്മളെ സംബന്ധിച്ച് ഏറെ സന്തോഷത്തിന്റെ ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് നമ്മളുടെ സംഘടനകളുടെയും കുടുംബ കൂട്ടായ്മയുടെയും വാർഷികം നമ്മൾ ഒന്നിച്ച് ആഘോഷിക്കുന്ന ഈ നിമിഷം എനിക്ക് 3 മിനിറ്റാണ് സമയം തന്നിരിക്കുന്നത്. പ്രോഗ്രാമുകൾ നമ്മൾ തുടങ്ങേണ്ടത് അതിന്റെ ഉള്ളിൽ തന്നെ ഞാൻ നിർത്തിക്കൊള്ളാം. ഈ സമയത്ത് ഏറ്റവും ആദ്യം തന്നെ ഈ കുടുംബ കൂട്ടായ്മ രക്തസംഘടനാ വാർഷികത്തിന് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ആശംസ നേരുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഒരു കാര്യം മറക്കാൻ പറ്റില്ലാത്തത് ഉണ്ട്. കാരണം ഞാൻ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ സ്മരണിക ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു കൊറോണയ്ക്ക് മുമ്പുള്ള കാലഘട്ടവും കൊറോണയ്ക്ക് ശേഷമുള്ള കാലഘട്ടവും നമ്മൾ ചരിത്രത്തിൽ എഴുതുമ്പോൾ കാണുന്നുണ്ട്. ശരിക്കും കൊറോണയ്ക്ക് ശേഷമുള്ള കാലഘട്ടം എന്ന് പറയുന്നത് സിബിഗിരിയുടെ ഒരു 2ാം പിറവി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പുതിയ കാര്യങ്ങൾ, പുതിയ സംഘടനാ നേതൃത്വത്തിലേക്കുള്ള കാര്യങ്ങൾ, കുടുംബ കൂട്ടായ്മ തലത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, വലിയ മാറ്റങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിന് എല്ലാം കാരണം നമ്മുടെ വികാരിയച്ഛനാണെന്നുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെയും പേരിൽ സ്നേഹത്തോടെ വികാരിയച്ഛന് ഒരു നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു.
അതോടൊപ്പം തന്നെ ഈ വേദിക്ക് ഒരു പ്രത്യേകതയുണ്ട്. 3 യോഹന്നാന്മാര് ഇരിക്കുന്ന ഒരു വേദിയാണ്. ഒന്ന് നമ്മുടെ വികാരിയച്ഛൻ, അത് സ്നാപക യോഹന്നാനാണ്. 2 ഇന്ന് ഈസ്റ്റ് ആഘോഷിക്കുന്ന 2 യോഹന്നാൻ ശ്രീകാന്മാര്, നമ്മുടെ പുള്ളിത്തച്ഛനും നമ്മുടെ കൊച്ചനും. നമുക്കറിയാം, സ്നാപക യോഹന്നാൻ എന്ന് പറയുന്നത് കർത്താവിന് വഴി ഒരുക്കുവാൻ വന്ന വ്യക്തിയാണ്. തീർച്ചയായിട്ടും വികാരിയച്ഛൻ പോന്നിരിക്കുന്ന ഇടവുകളൊക്കെ നമ്മൾ നോക്കിയാൽ അറിയാം, ഈ കുടുംബ കൂട്ടായ്മ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ ഒരു വഴി ഒരുക്കിയാണ് പോന്നിരിക്കുന്നത്. ഉളനാട് ഇടവകയെ രൂപതയിൽ 1ാം സ്ഥാനത്ത് എത്തിച്ചത് വികാരിയച്ഛന്റെ കാലത്താണ്. ഇന്നും അവര് അതേ വഴിയിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. നമ്മള് കഴിഞ്ഞ വർഷം രൂപതയിൽ 1ാം സ്ഥാനത്തെത്തി. ഇനിയും നമ്മുടെ മുമ്പിലോട്ട് വലിയ വഴിയാണ് അച്ഛൻ തുറന്നു തന്നിരിക്കുന്നത്. ആ വഴിയെ ഇനിയും നമുക്ക് അച്ഛന് ശേഷവും സഞ്ചരിക്കാനുണ്ട്. തീർച്ചയായിട്ടും അച്ഛന് നാളെ 21ാമത് ഓർഡിനേഷൻ ആഘോഷിക്കുന്ന ദിവസം കൂടിയാണ്. അച്ഛന് പട്ടം കെട്ടി 31ാമത്തെ ഓർഡിനേഷൻ ആഘോഷിക്കുന്ന ദിവസമാണ് നാളെ. അച്ഛന്റെ ഓർഡിനേഷന്റെ എല്ലാവിധ മംഗളങ്ങളും ഞങ്ങൾ ഈ സമയത്ത് നേരിടുകയാണ്. ഇനി നമ്മുടെ 2 ഫീസ്റ്റ് ആഘോഷിക്കുന്ന ആളുകളുണ്ട്. അതിന് കൊച്ചിന് നമ്മൾ തുടക്കത്തിന് ഫീസ്റ്റിന് പൂച്ചെടുത്ത് കൊടുക്കുവാൻ വിട്ടുപോയി, ക്ഷമിക്കണം. എന്താണെങ്കിലും 2 നല്ല വൈദികര്. എനിക്ക് പുള്ളിയച്ഛനെ വർഷങ്ങളായിട്ട് അറിയാം. പുള്ളിയച്ഛന് നമുക്കറിയാം, നമ്മുടെ സഭയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അനുസരണമാണ്, വിധേയത്വമാണ്. പ്രത്യേകിച്ച് ആത്മാരുടെയും വൈദികരുടെയും എല്ലാം. പുള്ളിയച്ഛന് തുടങ്ങനാട്ടിലേക്ക് പെട്ടെന്ന് സ്ഥലം മാറി വരുന്ന സാഹചര്യം നമുക്കറിയാം, അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ പിൽഗ്രിം സെന്ററായ ഭരണങ്ങാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന സമയത്താണ് രൂപത പെട്ടെന്ന് തുടങ്ങനാട്ടിലേക്ക് മാറണം എന്ന് പറയുന്നത്. യാതൊരു മടിയും കൂടാതെ പിറ്റേ ദിവസം പുള്ളിയച്ഛൻ തുടങ്ങനാട് വന്നു. പുള്ളിയച്ഛൻ തുടങ്ങനാടിനെ പുതിയ ഒരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുക. പുള്ളിയച്ഛന്റെ ആ ഒരു രീതിയും ശൈലിയും ഏകദേശം പണ്ട് കൊച്ചനായിരുന്ന നമ്മുടെ കൊച്ചൻ കോപ്പിയടിച്ചിട്ടുണ്ട്. എവിടെ വന്നാലും ആ വിധേയത്വവും സ്നേഹത്വവും ആരുടെയും സ്നേഹം ആദരവും ഏറ്റുവാങ്ങുന്ന ഒരു സ്വഭാവവും നമ്മുടെ 2 ഇന്ന് ഫീസ്റ്റ് ആഘോഷിക്കുന്ന യോഹന്നാന്മാർക്കുണ്ട്. ഇവർക്ക് ഏറ്റവും സ്നേഹത്തോടെ ഇവിടുത്തെ എല്ലാ സംഘടനകളുടെയും പേരിലുള്ള ഫീസ്റ്റ് ആശംസകൾ ഞങ്ങൾ ഈ സമയത്ത് നേരിടുന്നു. അതോടൊപ്പം തന്നെ എല്ലാവിധ പാവങ്ങളും സംഘടനകൾക്കും ആശംസകൾ നേർന്ന് ഞാൻ നിർത്തുന്നു. നന്ദി. താങ്ക് യു സാർ. അടുത്തതായി സമ്മാനദാനമാണ്. വിവിധ സമ്മാനങ്ങൾക്ക് അർഹരായവരെ പ്രഖ്യാപിക്കുന്നതിനായി കൊച്ചച്ഛനെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, സമ്മാന അർഹരായവർ എത്രയും പെട്ടെന്ന് തന്നെ വന്ന് സമ്മാനം മേടിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് സമ്മാനങ്ങൾ നൽകുന്നത് ബഹുമാനപ്പെട്ട ജോൺസൺ പുള്ളിയച്ഛനാണ്. അച്ഛന്റെ ഏറെ സ്നേഹത്തോടെ സമ്മാനം നൽകുവാനായിട്ട് ക്ഷണിക്കുന്നു. ലോഗോസ് ഗസ്റ്റ് വിന്നേഴ്സിനാണ് ആദ്യമേ നമ്മൾ മെമന്റോ നൽകി ആദരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയുന്നത്, നമ്മുടെ ഇടവകയിൽ നിന്നും നമ്മുടെ SH സന്യാസിനി സമൂഹത്തിലെ അവിടുത്തെ ഉള്ള ടെസി ആന്റണി കാണിക്കുന്ന രൂപതയില് ഈ വിഭാഗത്തിൽ 1ാം സ്ഥാനം, 99.6 മാർക്ക്. അതിനകത്ത് ഒന്നും തെറ്റിയിട്ടില്ലെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ടെസി ആന്റണി കാണിക്കുന്നതിൽ രൂപതയ്ക്ക് നമ്മുടെ പേര് വിളിച്ചറിയിച്ച ചേച്ചിയെ ഒത്തിരി സ്നേഹത്തോടെ സമ്മാനം മേടിക്കുവാനായിട്ട് മെന്റോ നൽകി ആദരിക്കുവാനായിട്ട് സ്വീകരിക്കാനായിട്ട് നല്ല കൈകളോട് നമ്മുടെ ഇടവകയിൽ നിന്നും 90 മാർക്ക് മേടിച്ച് റീന ജോണി പുതുപ്പറമ്പിൽ നല്ലൊരു കൈകൾ കൊടുക്കുക. 90 മാർക്ക് മേടിച്ച് ആയിരിക്കുകയാണ്. 80% മുകളിലുള്ള പേര് വിളിക്കുകയാണ്. ഷൈനി ചെറിയാൻ SH സന്യാസിനി സമൂഹത്തിലെ അംഗമാണ്. സിലി പുള്ളോലിൽ, മിനി വർഗീസ് കൊച്ചുപറമ്പിൽ. കൈയടിച്ച് 70% മുകളിലുള്ളവർ ജീന ജോസ് പഴയിലത്ത്, ദീപ ജേക്കബ്, ദീപ ജേക്കബ്, റെജീന സാബു വടക്കേടത്ത്,
ദീപ ജേക്കപ്പാട് 75 മാർക്ക്, റജീന സാബു വടക്കേടത്ത് 74 മാർക്ക്, ഫിലോമിന കട്ടക്കാർകുളത്തിൽ ദീപ മാനുവൽ വട്ടക്കാലായി അമ്പിളി ദിബു വെട്ടിക്കുന്നേ, അൻപിളി ദിബു, അൽഫോൻസ ഡെന്നീസ് പടയെടുത്ത് 60 മാർക്കിന് 60 മാർക്കിന് പോലുള്ള ലിൻഡ ജോബി പുള്ളിക്കാട്ടിൽ, ഷേർലി ജോസ് ചന്ദ്രനുണ്ട്, ഏലിയാമ സെബാസ്റ്റ്യൻ മുളങ്ങാശ്ശേരി, മേരി തോമസ് പാറപ്പുഴയ്ക്ക്, ഏലിയാമ സെബാസ്റ്റ്യൻ മുളങ്ങാശ്ശേരി, മേരി തോമസ് പാറപ്പുഴയ്ക്ക്, സ്നേഹ ജെയിംസ് മാക്കുടി, തെരേസ കുട്ടിയാനിക്കൽ, അന്റോണിയോ മലപ്പുറത്ത്, നീനു ലീസ് മാത്യു ചാമക്കാലായി, അന്റോണിയോ മലപ്പുറത്ത്, ഡാനി അജയ് കണ്ടത്തിക്കരയിൽ, മരിയ മാറ്റി പുതുപ്പറമ്പ്, അടുത്തതായി ഒക്ടോബർ മാസം നടത്തിയ ജപമാല ആറിൽ സമ്മാനാർഹരായവർ. 3ാം സമ്മാനം സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് കൂട്ടായ്മ വാർഡ് 5. 3ാം സമ്മാനം സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് 5ാം വാർഡ്. 2ാം സമ്മാനം 1ാം വാർഡാണ്, സെന്റ് ജോസഫ് വാർഡ്. ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് 8ാം വാർഡ്, സെന്റ് പോൾ കൂട്ടായ്മ 8ാം വാർഡ്. നല്ലൊരു കൈ കൊടുക്കാം. അടുത്ത പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകുകയാണ്. വാർഡ് 3 സെന്റ് കുര്യാക്കോസ് ചാവറ, വാർഡ് 4 സെന്റ് ആന്റണി, വാർഡ് 9 സെന്റ് ലൂക്ക്, വാർഡ് 13 ഇൻഫന്റ് ജീസസ്, വാർഡ് 13 ഇൻഫന്റ് ജീസസ്, വാർഡ് 18 സെന്റ് ഫ്രാൻസിസ് സേവിയർ. ക്രിസ്മസ് പാപ്പ മത്സരം, നമ്മൾ കരോൾ നൈറ്റിൽ നടത്തിയ ക്രിസ്മസ് പാപ്പ മത്സരത്തിന്റെ സമ്മാനം നൽകുകയാണ്. ജൂനിയേഴ്സ് വിഭാഗം ഫസ്റ്റ് പ്രൈസ് ജോൺ ജെയ്സ് മ്ലാക്കുടി 500 രൂപ ക്യാഷ് പ്രൈസും, 500 രൂപ ക്യാഷ് പ്രൈസാണ്. ഫസ്റ്റ് പ്രൈസ് ജോൺ ജെയ്സ് മ്ലാക്കുടി. സെക്കൻഡ് പ്രൈസ് വർഗീസ് ജോൺ വടയാട്ട്. നല്ല അപ്പന്മാരായിരുന്നു. നല്ലൊരു വീഡിയോ എടുത്ത്. പേര് ഷാരോൺ ഷാജി പൂങ്കുടി. പ്രോത്സാഹന സമ്മാനം നമ്മുടെ ഇടവകയിലെ തന്നെ ഏറ്റവും കുഞ്ഞുങ്ങളായുള്ള ആദം ജോൺ, ഏതൽ ജോൺ, 2 പേർക്കും പ്രോത്സാഹന സമ്മാനമാണ്. ഓടി നല്ല ക്രിസ്മസ് പാപ്പന്മാരായിട്ട് 2 പേരും കളിച്ചതാണ് സ്റ്റേജില്. നല്ലൊരു കൈയ്യടി കൊടുത്തേ. അടുത്തതായി സീനിയർ വിഭാഗത്തിലെ ഫസ്റ്റ് പ്രൈസ് ജോയൽ ജോസ് 500 രൂപ ക്യാഷ് അവാർഡ്. കൈയടിച്ച് നല്ല കൈയ്യടിയോടെ നല്ല പാപ്പന്മാരായിട്ട് തകർത്താടിയതാണ്. സെക്കൻഡ് പ്രൈസ് സാം സാബു. തേർഡ് പ്രൈസ് ജീമോ.
അടുത്തതായി കരോൾ ഗാന മത്സരത്തിന്റെ സമ്മാനം നൽകുകയാണ്. ഫസ്റ്റ് പ്രൈസ് 1000 രൂപ ക്യാഷ് അവാർഡ് സെന്റ് മേരീസ് വാർഡ് 11ാം വാർഡാണ്. സെന്റ് മേരീസ് വാർഡാണ് കരോൾ ഗാന മത്സരത്തിൽ 1ാം സ്ഥാനം. സെക്കൻഡ് പ്രൈസ് വാർഡ് 12 ലിറ്റിൽ ഫ്ലവർ വാർഡ് 12ാം വാർഡ് 500 രൂപയുടെ ക്യാഷ് അവാർഡ്. തേർഡ് പ്രൈസ് വാർഡ് 5 സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. അടുത്തതായി SMIയുടെ നേതൃത്വത്തിൽ നടത്തിയ നക്ഷത്ര നിർമ്മാണ മത്സരത്തിൽ സമ്മാനം ലഭിച്ചവർക്കുള്ള സമ്മാനങ്ങൾ നൽകുകയാണ്. ഇതിനകത്ത് ഫസ്റ്റ് പ്രൈസ് മാത്രം വിളിച്ചു പറയുക എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും പ്രോത്സാഹനവും എല്ലാം നമുക്ക് സ്പോൺസേഴ്സ് ആണ്. അതിൽ ഫസ്റ്റ് പ്രൈസ് നമുക്കായിട്ട് തന്നിരിക്കുന്നത് ജോർജ് മത്തായി ബ്ലാക്കുഴിയിലാണ്. ജോർജ് മത്തായി ബ്ലാക്കുഴി 2500 രൂപയാണ് ഫസ്റ്റ് പ്രൈസ്. ലഭിച്ചിരിക്കുന്നത് ചെസ് നമ്പർ 108 ജിൽജിത്ത് അലക്സ് വാർഡ് 13 പെരുമ്പഴപ്പള്ളി. സെക്കൻഡ് പ്രൈസ് 1500 രൂപ നമുക്ക് സ്പോൺസർ നൽകിക്കൊണ്ട് ജിമ്മി ബ്ലാക്കുഴിയിലാണ് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. സമ്മാനം ലഭിച്ചിരിക്കുന്നത് ചെസ് നമ്പർ 122 അലക്സ് സെബാസ്റ്റ്യൻ വാർഡ് 13 ജിൽജിത്തിന്റെ ഉറപ്പായാണ്. തേർഡ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ചെസ് നമ്പർ 101 സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജിൽജിത്താണ്. ബിൻസ് മരിയ ബിജു വാർഡ് 2 1000 രൂപയുടെ ക്യാഷ് ആണ്. 500 രൂപ വീതം പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. പ്രോത്സാഹന സമ്മാനത്തിന് ആൾക്കാരായത് ജുവാൻ ബ്ലാക്കുഴി ചെസ് നമ്പർ 121 ജുവാൻ ബ്ലാക്കുഴി. രണ്ടാമതൊരു പ്രോത്സാഹനം ലഭിച്ചിരിക്കുന്നത് സിനി സിബു കുന്നന്താനത്ത്. നല്ലൊരു കൈയടി കൊടുക്കാം. അടുത്തതായി AKCCയുടെ നേതൃത്വത്തിൽ നടത്തിയ അടുക്കളത്തോട്ട മത്സരത്തിൽ 2024 അടുക്കളത്തോട്ട മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ശ്രീ ജോസ് പുളിങ്കുന്നേൽ. സെക്കൻഡ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ശ്രീമതി സൂസമ്മ ബേബി പുളിക്കൽ. തേർഡ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ശ്രീമതി LC ജോസ് മറ്റുപിലാനിക്കൽ. അടുത്തതായി ഏറ്റവും കൂടുതൽ ബൈബിൾ എഴുതിയവർക്കുള്ള പ്രോത്സാഹന സമ്മാനങ്ങളാണ് നമ്മൾ നൽകുന്നത്. ഏറ്റവും കൂടുതൽ വാർഡിലാണ്. ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ള വാർഡ് 1 സെന്റ് ജോസഫ്. ഏറ്റവും കൂടുതൽ ബൈബിൾ എഴുതിയവർക്കുള്ള പ്രോത്സാഹന സമ്മാനങ്ങൾ വാർഡ് 1 സെന്റ് ജോസഫ്. 10 ബൈബിൾ എഴുതി അവർ ഏറ്റവും കൂടുതൽ. രണ്ടാം സമ്മാനം വാർഡ് 10. രണ്ടാമതായിട്ട് അതുപോലെ 10 ബൈബിളാണ് എഴുതിയിരിക്കുന്നത്. വാർഡ് 11 സെന്റ് മേരീസ് വാർഡ്. 2 വാർഡുകാരും 10 വെച്ചാണ് എഴുതിയിരിക്കുന്നത്. 10 ബൈബിളാണ് എഴുതിയിരിക്കുന്നത്. മൂന്നാമതായിട്ട് സെന്റ് മാർക്ക് കൂട്ടായ്മ വാർഡ് 6 സെന്റ് മാർക്ക് കൂട്ടായ്മ 8 ബൈബിളാണ് എഴുതിയിരിക്കുന്നത്. 8 ബൈബിൾ. ഇപ്രാവശ്യമുള്ള 2 സമ്മാനങ്ങള് പ്രത്യേകമായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്
കുടുംബകൂട്ടായ്മ തലത്തിൽ ഏറ്റവും നല്ല റിപ്പോർട്ടിന് ഉള്ള സമ്മാനങ്ങളാണ്. ഏറ്റവും നല്ല റിപ്പോർട്ടുകൾ എഴുതിയിട്ടുള്ള ഒന്നാം സമ്മാനത്തിന് അർഹമായിരിക്കുന്നത് സെന്റ് ജോസഫ് വാർഡിലെ സെക്രട്ടറി ലിൻഡ ജോബി പുള്ളിക്കാരാണ് ഒന്നാം സമ്മാനമായിരിക്കുന്നത്. രണ്ടാം സമ്മാനത്തിന് അർഹമായിരിക്കുന്നത് സെന്റ് ജോസഫ് കൂട്ടായ്മയിലെ ചെസ്സി മാത്യു പുളിക്കൽ രണ്ടാം സമ്മാനത്തിന് ചെസ്സി മാത്യു പുളിക്കൽ. മൂന്നാം സമ്മാനം 2 പേർക്കുണ്ട്. 2 പേർക്ക് രണ്ടാം സമ്മാനം. മൂന്നാം സമ്മാനം 2 പേർക്ക്. ഒന്ന് സെന്റ് സെബാസ്റ്റ്യൻ കൂട്ടായ്മയിൽ സീമ സെബാസ്റ്റ്യൻ കുഴിപ്പള്ളി. അതോടൊപ്പം തന്നെ 9ാം വാർഡ് സെന്റ് ലൂക്ക് കൂട്ടായ്മയിൽ റെജീന സാവു പ്രവർത്തകർ. പിന്നെ നമ്മുടെ ഇടവകയിലെ പ്രവർത്തനങ്ങളെയും എല്ലാം വിലയിരുത്തി കൂട്ടായ്മ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇവിടെയുള്ള പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതിനെല്ലാം വിലയിരുത്തുകൊണ്ടാണ് നമ്മൾ ബെസ്റ്റ് കൂട്ടായ്മകളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഒന്നാം സമ്മാനം എവറോളിംഗ് ട്രോഫി 3000 രൂപയാണ്. രണ്ടാം സമ്മാനം എവറോളിംഗ് ട്രോഫി 2000 രൂപയും. മൂന്നാം സമ്മാനം എവറോളിംഗ് ട്രോഫി 1000 രൂപയുമാണ്. ഇപ്രാവശ്യം മൂന്നാം സമ്മാനത്തിന് അർഹരായിരിക്കുന്നത് 4ാം വാർഡ് സെന്റ് ആന്റണി കൂട്ടായ്മക്കാരാണ്. ഭാരവാഹികൾ വന്ന് വാങ്ങിക്കാം. ഭാരവാഹികൾ ഇവിടെ വരിക. സ്പോൺസർ ചെയ്തിരിക്കുന്നത് സിവിലി ചർച്ച് സെമിനാരിയോടുകൂടി നമ്മൾ ഏർപ്പെടുത്തിക്കുന്ന സമ്മാനമാണ്. രണ്ടാം സമ്മാനത്തിന് അർഹരായ വാർഡ് 8 സെന്റ് പോൾ കൂട്ടായ്മയാണ്. 2000 രൂപ ക്യാഷ് അവാർഡും എവറോളിംഗ് ട്രോഫിയും. ഓടി വന്ന് മേടിച്ചേ. സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജോസഫ് കൊച്ചുപറമ്പിൽ മെമ്മോറിയൽ ട്രോഫിയാണ്, ട്രോഫിയാണ്. അവരുടെ നന്ദി ഓർക്കുകയാണ്. ബെസ്റ്റ് കൂട്ടായ്മയില് ഏറ്റവും ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്ന അനൗൺസ് ചെയ്യാനായിട്ട് വിചാരിച്ചത് ക്ഷണിക്കുന്നു. ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് സെന്റ് ജോസഫ് കൂട്ടായ്മക്കാരിലെയാണ്. 3000 രൂപയാണ് സമ്മാനമായിരിക്കുന്നത്. അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ലോണി തോമസ് കൂന്നുപാലത്തിന്റെ മെമ്മോറിയൽ ട്രോഫിയാണ്. സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഓർക്കുകയാണ്. പ്രോത്സാഹന സമ്മാനങ്ങളോട് നൽകുകയാണ്. വാർഡ് 6 സെന്റ് മാർക്ക്, വാർഡ് 3 സെന്റ് കുര്യാക്കോസ് ചാവറ. പ്രോത്സാഹന സമ്മാനങ്ങളാണ്
വാർഡുകാരെ പെട്ടെന്ന് വന്ന് മേടിക്കുക. വാർഡ് 6 സെന്റ് മാർക്ക് കൂട്ടായ്മ. വാർഡ് 2ാമത്തെ സമ്മാനം വാർഡ് 3 സെന്റ് കുര്യാക്കോസ് ചാവറ. സെന്റ് കുര്യാക്കോസ് ചാവറയെ നിങ്ങൾ വന്ന് മേടിക്കുക. അടുത്തൊരു പ്രോത്സാഹന സമ്മാനം ലഭിച്ചിരിക്കുന്നത് വാർഡ് 2 സെന്റ് പീറ്റർ വാർഡുകാരെ. അടുത്ത പ്രോത്സാഹനം ലഭിച്ചിരിക്കുന്നത് 13ാം വാർഡ് ഇൻഫന്റ് ജീസസ് വാർഡുകാരെ. 13 13ാം വാർഡുകാരി ഇൻഫന്റ് ജീസസ്. രണ്ടാം വാർഡുകാരാണ് ഇപ്പോൾ മേടിക്കുന്നത്. 2ാം വാർഡുകാര്. അതിനുശേഷം 13ാം വാർഡ് ഇൻഫന്റ് ജീസസ്കാര്. അവസാനമായിട്ട് ഒരു വാർഡും കൂടി പ്രോത്സാഹന സമ്മാനമുണ്ട്. അത് വാർഡ് 18 സെന്റ് ഫ്രാൻസിസ് സേവിയർ കൂട്ടായ്മ. അവസാനമായിട്ടുള്ള പ്രോത്സാഹന സമ്മാനം ലഭിച്ചിരിക്കുന്നത് സെന്റ് ഫ്രാൻസിസ് സേവിയർ കൂട്ടായ്മയാണ്. 18ാം വാർഡിലാണ്. ഇവിടെ സന്നിഹിതരായിരിക്കും നമുക്കോരോരുത്തർക്കും കൃതജ്ഞതയുടെ സ്വരം പങ്കുവയ്ക്കുന്നതിന് ശ്രീ ജിമ്മി ബ്ലാക്കിലിനെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട വികാരിയച്ച, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത തുടങ്ങാട് ഭവന വികാരി ജോൺസൺ പുള്ളിക്കച്ച, നമ്മുടെ ഇടവകയുടെ പ്രസിഡന്റായ ജോൺസൺ പാക്കൽപ്പനച്ച, സെന്റ് സ്കൂൾ ഹെഡ്മാസ്റ്ററും യുവതാ സെക്രട്ടറി KCCയുമായ എഡ്വിൻ പാമ്പാറ, കുടുംബ കൂട്ടായ്മ അംഗങ്ങളെ എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞാൽ എല്ലാവരും അതിനകത്ത് ഉൾക്കൊള്ളും. അതുകൊണ്ട് സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ അതിൽ നിർത്തുന്നു. കാരണം ഇടവകയാകുന്ന ഒരു കുടുംബത്തിലെ എല്ലാവരും ഒന്നിച്ചു ചേർന്ന കുടുംബ കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങളെയും ഒറ്റവാക്കിൽ അഭിസംബോധന ചെയ്യുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷപ്രദമായ ഒരു 2ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 2ാം വർഷം പൂർത്തിയാവുമെന്നും പറയാം. കാരണം 2022 ഓഗസ്റ്റ് മാസം ആണ് നമ്മുടെ ഈ കുടുംബ കൂട്ടായ്മ ഈ ഇടവക തലത്തിൽ വളരെ സജീവമായിട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത് ഞാൻ പറയും. കാരണം കോവിഡ് കാലത്തിന് ശേഷം കുടുംബ കൂട്ടായ്മയുടെ ഒരു പുനഃസംഘടന എന്ന രീതിയിൽ ഇടവക തലത്തിലുള്ള തെരഞ്ഞെടുപ്പും വാർഡ് തലത്തിലുള്ള തെരഞ്ഞെടുപ്പുകളെല്ലാം നടത്തി നമ്മളെ ഒരു പരിശീലന കളരിയിലൂടെ നമ്മുടെ വികാരിച്ച് കൊണ്ടുപോവുകയായിരുന്നു. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഒത്തിരി വളർന്നിരിക്കുന്നു. നമ്മൾ നിങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുക. ഒരു 2 പേരുടെ മുമ്പിൽ എഴുന്നേറ്റ് സംസാരിക്കാൻ പറ്റാത്തവരും ഒരു ബൈബിൾ വാചനം കേട്ട് പറയാനോ വായിക്കാനോ പറ്റാത്തവരും ഇന്ന് എത്ര അനായാസമായിട്ട് ബൈബിൾ വായിച്ച് വിചിന്തനം ചെയ്ത് ഉൾക്കാഴ്ച പങ്കുവയ്ക്കുന്നു. അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം നമ്മളെ ബൈബിൾ വായിക്കാനും പഠിക്കാനും എഴുതാനും പഠിപ്പിച്ചതെന്ന് വിചാരിച്ചു. നമ്മളറിയാതെ നമ്മളിലെ ആത്മീയത ഉണർത്തിയെടുത്ത നമ്മൾ വിചാരിച്ചു. ഇപ്പൊ ഈ 2 വർഷം പൂർത്തിയാകുമ്പോൾ ഇത്രയും ഒരു മത്സരങ്ങൾ കാഴ്ചവെച്ചപ്പോൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും മത്സരിച്ചെങ്കിലും നമ്മുടെ ഉള്ളിൽ വളർന്ന ഒരു ആത്മീയ ചൈതന്യമുണ്ട്. അത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ഇനിയുള്ള ജീവിതകാലത്തിൽ നമ്മൾ ഒരിക്കലും അത് മറക്കുകയുമില്ല. കാരണം നമ്മളിൽ തെളിച്ചു തന്നിരിക്കുന്ന ഒരു ദീപം പ്രകാശം വചനത്തിലൂടെയാണ് തെളിച്ചത്. വചനം ദൈവമാകുന്നു. ദൈവം നമ്മളിലേക്ക് പകർന്നു തന്ന ആ വചനത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ നമ്മുടെ ആത്യന്തിലക്ഷ്യമായ നിത്യജീവനിലേക്കുള്ള ഈ എണ്ണ പകരുകയാണ്. 10 കന്യകമാരുടെ ഉപമ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു വിവേകവതിയും അവിവേകതയുമായ കന്യകമാരെ പറ്റി. വിവേകവതികളായ കന്യകമാർ
അവർ എണ്ണ കരുതി വെച്ചതുപോലെ വചനത്തിന്റെ വിത്തുകളിൽ നമ്മളെ വിധിച്ച് നമ്മളെ കരുതലോടെ ആ ഒരു ദിവസത്തിലേക്ക് വേണ്ടി നമ്മളെ നയിച്ചുകൊണ്ട ഈ വികാരീസിനെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുകയാണ് ഈ വിഷയം. അതിനെ തന്നെ ഞങ്ങൾ വികാരിച്ചത് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും എന്റെ വ്യക്തിഗത പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഉദ്ഘാടനത്തിൽ നിന്ന് കടന്നു വന്ന നമ്മുടെ ഭവന വികാരിയച്ഛനെ കഴിഞ്ഞ 2 വർഷമായിട്ടുള്ള പരിചയമാണ്. കാരണം കുടുംബ കൂട്ടായ്മയുടെ കാര്യങ്ങളുമായിട്ട് പുറമെ ചെല്ലുമ്പോൾ വളരെ കാര്യമായിട്ട് നമ്മളെ വിളിച്ചിരുത്തി കാര്യങ്ങൾ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുകയും പ്രോത്സാഹനം ചെയ്യുന്ന ഒരച്ഛൻ. കാരണം അദ്ദേഹത്തിന് കുടികൊള്ളുന്ന ഒരു ചൈതന്യമുണ്ട്. ഇന്നിപ്പോൾ അവർ 2 കൊച്ചച്ഛനും അച്ഛനും നമ്മളിപ്പോൾ ഫീസ്റ്റിന്റെ മംഗളങ്ങൾ നേരുന്നു. യോഹന്നാൻ ശ്ലീഹായുടെ ചൈതന്യം ക്രിസ്തുവിന്റെ മാറിനോട് ചേർന്ന് കിടന്ന് ആ ചൈതന്യം ഉൾക്കൊണ്ട അതേ മനോഭാവത്തോടെ നമ്മളെല്ലാം ചേർന്ന് നിർത്തുന്നു. അദ്ദേഹം അവിടെ ചേർന്ന് വളരെ കരുതലോടെ ഈ ഇടവകയെ പറ്റിയും ഇടവകയിലെ പ്രവർത്തനങ്ങളെ പറ്റിയും ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. അദ്ദേഹത്തെ നമുക്ക് ഇവിടെ ഇതിന് ഉദ്ഘാടനത്തിനായി കിട്ടിയത് വളരെ സന്തോഷപ്രദമാണ്. കാരണം 2ാം വർഷവും നമ്മൾ വിളിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ കടന്നു വരുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകളെല്ലാം നമ്മുടെ മുമ്പിൽ ഞാൻ പറയുന്നില്ല. കാരണം എല്ലാവരും അസൂയയോടെ നോക്കുന്ന ഒരു സിബിഗിരിയെ ആണെങ്കിലും അവരുടെ ആഗ്രഹം ഇതുപോലെ എല്ലായിടത്തും വരണമെന്നാണ്. അതിന്റെ ഒരു പ്രോത്സാഹനം നമുക്ക് തരുന്നുണ്ട്. ഈ വർഷം രൂപതാ തലത്തിൽ ഏറ്റവും ബെസ്റ്റ് ഭവന എന്നൊരു കാറ്റഗറിയുടെ മത്സരത്തിൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ അച്ഛനെ അറിയിച്ചായിരുന്നു. അതിനുവേണ്ടി കൃത്യമായിട്ട് അച്ഛൻ റിപ്പോർട്ടുകളൊക്കെ അവിടെ എത്തിച്ചിട്ടുണ്ട്. എല്ലാ ഇടവകളിൽ നിന്നും റിപ്പോർട്ട് ചെന്നാൽ ഒരുപക്ഷെ ഈ തുടങ്ങനാട് ഭവനിലേക്ക് ഒരു സമ്മാനം കിട്ടാനും വേലായി ഇല്ലാതില്ല. കാരണം വളരെ സജീവമായിട്ട് പല ഇടവകളിലും ഈ പുറമേയും കുടുംബ കൂട്ടായ്മകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഇടവകയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തും. പിന്നീടുള്ളത് നമ്മുടെ കൊച്ചച്ഛനാണ്. കൊച്ചനെ പറ്റി കൂടുതൽ ഇനി പറയേണ്ട കാര്യങ്ങളൊന്നും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ആ ഒരു ശാന്തതയും ഹൃദയ നൈമല്യത്തോടെ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഒരു കഴിവും അതും യോഹന്നാൻ എന്ന പേരിന്റെ ഒരു കാരണം കൊണ്ട് മാത്രമുള്ളതായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈശോയോട് ചേർന്ന് അതേ മനോഭാവത്തോടുകൂടി നമ്മളെ സ്നേഹിക്കുന്നു. അച്ഛനിലെ എല്ലാ നന്മ ചൈതന്യങ്ങളും ഇനിയും കടന്നു വരാനുള്ളതുകൊണ്ടും കരുതലോടെ എല്ലാവരെയും ചേർന്ന് പിടിക്കുന്നു. നമ്മളിൽ ഒരാളായി നമ്മുടെ കൂടെ ഇരിക്കുവാനും എത്ര സമയം വേണ്ടി ചെലവഴിക്കാനും അച്ഛൻ വന്ന കാര്യം പോലും മറന്നുപോയിരിക്കുകയാണ്. ഇപ്പോൾ പഠിക്കാൻ വന്നതെന്നാണ് പറയുന്നത്. അദ്ദേഹം അത് മറന്ന് നമ്മളോടൊപ്പം ആയിരിക്കാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു. അത് ജയിച്ചാലും തോറ്റാലും പ്രശ്നമല്ല എന്നൊക്കെയാണ് ഞാൻ ചോദിക്കുമ്പോൾ പറയാറുള്ളത്. ആ ഒരു മനോഭാവം അതാണ് നമ്മുടെ ഇടവകയിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. അച്ഛനെയും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു. പിന്നീട് നമ്മുടെ എഡ്വിനാണ്. എഡ്വിനെ പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഏത് കാര്യത്തിന് മുൻപന്തിയിൽ നിന്ന് നമുക്ക് കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ ജോലി തിരക്കിനിടയ്ക്കിലും ആ ജോലി സമയം കഴിഞ്ഞാൽ ഓടി ഇടവകയിൽ അന്ന് വൈകുന്നേരം വന്ന് എന്തൊക്കെ ചെയ്തു തരാനുണ്ടോ അതെല്ലാം ചെയ്തു കഴിഞ്ഞ ശേഷം 10 മണിയോടുകൂടി വീട്ടിൽ പോകുന്നു. അങ്ങനെ ഒരു തിരക്കിന്റെ ജീവിതത്തിൽ ഇടവകയോടും സഭയോടും കാണിക്കുന്ന ഒരു സ്നേഹം. AKCCയുടെ രൂപതാ സെക്രട്ടറിയിൽ ഒത്തിരി പ്രവർത്തനമുണ്ട്. അദ്ദേഹത്തിന്റെ ജോലിയുടെ പ്രവർത്തനങ്ങളുണ്ട്. പിന്നെ ഇടവകയുടെ ഹെഡ് മാസ്റ്റർ എന്നുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുനടക്കാൻ എല്ലാവർക്കും സാധിക്കുന്നില്ല. അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ്. ദൈവം കൊടുത്ത ഒരു താലന്ത് അത് അദ്ദേഹം കൃത്യമായി കൊണ്ടുപോകുന്നു. അദ്ദേഹത്തിനെയും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും വ്യക്തിപരമായ പേരിലും ഇടവകയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയാണ് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്. നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്ന് നമ്മുടെ കുടുംബ കൂട്ടായ്മയിലും എല്ലാം കൂടെ നിന്ന് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നു. കൂടെ ലോഗോസ് കിസ് പ്രിപ്പയർ ചെയ്ത് നമുക്ക് വേണ്ടി തരുന്നു. അവരെല്ലാത്തിനും മുൻപന്തിയിൽ നമ്മുടെ കൂടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. അവരെ നിങ്ങൾ ഓരോരുത്തരുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. പിന്നെ കൈക്കാരന്മാരായ എന്റെ സഹകൈക്കാരന്മാർ അവര് ഓടി നടന്ന ഒരു കാര്യം. നമ്മുടെ ഒരു കൈക്കാരനെ ഇവിടെ ഈ ഭാഗത്ത് കണ്ടിട്ട് പോലില്ല. കടലിന്റെ സ്റ്റാളിലാണെന്ന് ഉള്ളിലേക്ക് വന്നിട്ട് വരില്ല. അതുപോലെ ഉത്തരവാദിത്തോടെ ഓടി നടക്കുന്ന അദ്ദേഹവും ബെന്നിസാറും എല്ലാവരും രണ്ടുപേരെയും ഞാൻ പ്രത്യേകം നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. പിന്നെ ഇന്നത്തെ ദിവസം ഇവിടെ എല്ലാം ക്രമീകരിക്കാനായി ഓടിക്കൂടിയ എല്ലാ സംഘടനാ നേതാക്കളെയും കമ്മിറ്റിക്കാരെയും അവരുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ ഓരോരുത്തരുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. കാരണം ഒത്തിരി പേരുള്ള സമയങ്ങളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട്.
അപ്പം നിങ്ങൾ ഓരോരുത്തരെയും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഇവിടെ കടന്നു വന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ അവതരിപ്പിക്കാൻ പോകുന്ന ഒത്തിരിയധികം ആൾക്കാർ മേക്കപ്പിന്റെ മേഖലയിലാണ്, അതാണ് ഒഴിഞ്ഞ അവസരങ്ങളിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പം ഇവിടെ കടന്നു വന്ന് ഈ പരിപാടി അവതരിപ്പിക്കുന്ന ഓരോരുത്തരെയും എല്ലാവരെയും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് കേൾക്കുന്നു. താങ്ക് യു. നമ്മുടെ ബഹുമാനപ്പെട്ട രണ്ട് യോഗജന സ്നേഹന്മാരുടെ സന്തോഷത്തിലുള്ളിയായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു സമയത്ത് കേക്ക് വിതരണം ചെയ്യുന്നത് ഭാരവാഹികളെന്ന് ആ കേക്കെടുത്ത് തന്നെ സെർവ് ചെയ്യാം. അതിന്റെ ഉടൻ തന്നെ കലാപരിപാടികൾ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകമുണ്ട് തന്നെ കേക്ക് സ്വീകരിച്ച്